നിങ്ങൾ ഇതിന്റെ പ്രത്യേക മതവിഭാഗത്തിനെ ഫോക്കസ് ചെയ്ത് മാത്രം മതവിമർശനം നടത്തുന്ന ഒരാളാണ്. കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ താങ്കൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിരുന്നു? അവർക്ക് അറിയില്ല കിതാബിൽ എന്തുണ്ട് ഇങ്ങനെയുണ്ടോ എന്നത്. അവർക്കത് വർഗീയതായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവാചകനെ പറ്റിയോ അവരുടെ മതത്തെക്കുറിച്ചോ മതഗ്രന്ഥങ്ങളോ പറ്റിയോ പറയുന്ന മോശം കാര്യമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അവർക്ക് അറിയില്ല ഇതിനുള്ളിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോന്ന് എടുത്തിരുന്ന സമയത്ത് എന്തുകൊണ്ട് 4 ആളുകളാണ് മുഹമ്മദ് ബുറാഖ് എന്ന വാഹനത്തിൽ കയറി ബഹിരാകാശത്ത് പോയില്ല? അറേബ്യൻ പെനിൻസുലയിൽ നിന്ന്, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് എല്ലാ ജൂതന്മാരെയും എല്ലാ ക്രിസ്ത്യാനികളെയും അല്പകാലം കൂടി ജീവിക്കാൻ കാട്ടി ഒഴിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്ന പ്രഭാഷണങ്ങളിൽ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഉദ്ധരിക്കാറുള്ളത്. പോലീസ് അല്ലെങ്കിൽ ഭരണം അല്ലെങ്കിൽ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്ത് എടുക്കുന്ന കേസുകളാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടും ഗൈഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. 2 ഗ്രൂപ്പുകളുണ്ടായിരിക്കണം, കലാപം നടക്കാനുള്ള ആഹ്വാനം കൊടുത്തിട്ടുണ്ടാകും. അതല്ലാതെ മിയർലി ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു തുറന്ന കാട്ടിൽ ഒരു കാര്യം പറയുക, റൈറ്റ് എക്സ്പ്രഷൻ, അതൊന്നും ഇതിൽ വരാൻ പാടില്ല എന്ന് വളരെ പല കേസുകളിൽ സുപ്രീം കോടതി പറഞ്ഞു. മാധ്യമ ദിനപത്രത്തിൽ ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഒരു രാമായണ വിമർശന ലേഖനം എഴുതി. അതില് മറ്റൊരു മതത്തെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ച് പരസ്യമായി വിതരണം ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ശരിക്കും 2 വിഭാഗങ്ങളെ സംബന്ധിച്ച് സംഘർഷം ഉണ്ടാക്കാൻ സാധിക്കും. അതിനെതിരെ ഒന്നും ഇത്തരം കേസുകൾ എടുക്കുന്നത് കാണുന്നില്ല. അത് ഒരു സ്ഥലത്ത് സെൻട്രലിൽ സംഘപരിവാർ ചെയ്യുമ്പോൾ ഇവിടുത്തെ CPM വ്യത്യാസമൊന്നുമില്ല. അവരും ചെയ്യുന്നത് പ്രീണനം തന്നെയാണ്. അല്ല, ഒരു 10-15 വർഷം മുമ്പ് അവർ മതങ്ങളെ വലിയ കാര്യമായിട്ട് കുറച്ചായിട്ട് നിർത്തി ഒന്ന് കിഴക്ക് പുറത്തൊക്കെ പറയാമായിരുന്നു. സാധാരണ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരെ തെറി പറയുന്നു, കോപിക്കുന്നു. അതായത് ചിലപ്പോൾ തന്തയില്ലാത്തവനെന്ന് വിളിക്കുന്നു, വാലറ്റവനെന്ന് വിളിക്കുന്നു, പിന്നെ എന്താ വിറകെട്ട് ചുമട്ടുകാരി എന്ന് പരിഹസിക്കുന്നു, മൂക്ക് നീണ്ടവനെന്ന് പരിഹസിക്കുന്നു. ഒരു ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത്. മെഡ്ലിൻ മീഡിയ സ്റ്റാൻഡ് പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ആനുകാലിക പ്രസക്തമായ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് സ്റ്റാൻഡ് പോയിന്റ് ചർച്ചയ്ക്കെടുക്കുന്നത്. സ്വതന്ത്ര ചിന്തകനും മതവിമർശകനുമായ ജാഫർ ചളിക്കോടിനെതിരെ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. IPC 153 വകുപ്പ് പ്രകാരം കലാപമുണ്ടാക്കാൻ ശ്രമിക്കുക എന്ന ഒരു കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തിയിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ഇന്ന് എത്തിയിട്ടുള്ളത് ജാഫർ ചളിക്കോടും അഡ്വക്കേറ്റ് ജിറ്റി ചോലമറ്റവുമാണ്. ജാഫർക്ക്, അപ്പോൾ എങ്ങനെയാണ് ഈ കേസിലേക്ക് എത്തിയത്? ഞാൻ മനസ്സിലാക്കുന്നത് FIR ഇട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കേസിലേക്ക് എത്തിയത്? എന്താണ് കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്? അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റ് ഇസ്ലാമിക വിശ്വാസികളെ പോലെ തന്നെ മതം തിന്ന് ജീവിക്കുന്ന ഒരാളായിരുന്നു, അന്ധമായ മതം വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ഈ കൃത്യമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം ഇസ്ലാം എല്ലാ മതങ്ങളെപ്പോലെ തന്നെ മാനവിക വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ കൊള്ളരുതായ്മകൾ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിൻ്റെ പ്രഭാഷണങ്ങളായിട്ടും ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടും ഇങ്ങനെയൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിരന്തരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഏകദേശം 2 ആഴ്ച മുന്നേ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അപ്പം സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ് വടകര സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം വീട്ടിൽ വന്നിരുന്നു, കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇല്ലാത്ത സമയത്താണ് വന്നത്. അപ്പം അവർ പിന്നെ വരാമെന്ന് പറഞ്ഞു പോയി. പിന്നെ തൊട്ടടുത്ത ദിവസം സ്പെഷ്യൽ ബ്രാഞ്ചിൽ തന്നെ വിളിച്ചു, മൊഴിയെടുത്തു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, മനസ്സിലാക്കി. അതാണ് ആദ്യം ഉണ്ടാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞു സൈബർ സെല്ലിൽ നിന്നൊരു കേസുണ്ട്, അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ ആ ദിവസം തന്നെയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുക്കളയിലിരിക്കുന്ന സമയത്ത് വിളി കേട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ഒരു ജീപ്പിൽ 3-4 പോലീസുകാർ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞു വീട് പരിശോധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അവർ വന്നു, കയറിയിരുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, മനസ്സിലാക്കി. അപ്പം കൃത്യമായിട്ട് നമ്മുടെ നിലപാട് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്, നമ്മൾ മതവിമർശനത്തിലൂടെ എന്തെങ്കിലും വർഗീയ സംഘർഷങ്ങളോ ലഹള ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത്, അതല്ല മാനവികതയാണോ ലക്ഷ്യം വെക്കുന്നത്, അവർക്ക് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി അവർ പറഞ്ഞു സൈബർ സെല്ലിൻ്റെ ഹെഡിൽ നിന്ന് ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിനാണ് വന്നത് എന്ന് പറഞ്ഞ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു പോയി. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ കേസ് ഇതോടുകൂടി കഴിഞ്ഞു, അല്ലെങ്കിൽ അന്വേഷണം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഏകദേശം 1 ആഴ്ച കഴിഞ്ഞിട്ട് തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു, മൊഴിയെടുക്കുന്നു. അതിലെനിക്ക് പരാതി കാണിച്ചിരുന്നു. എൻ്റെ കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, പ്രഭാഷണത്തിൻ്റെ കുറച്ച് പോസ്റ്ററുകൾ, അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ ഞാൻ എഴുതി കൊടുക്കുന്നു. ഞാൻ ഇന്ന കാര്യങ്ങളാണ് ഇതിനോട് ഉദ്ദേശിച്ചത്, ഇവരെ ഗ്രന്ഥങ്ങൾ ഈ തെളിവുകളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ എഴുതി കൊടുക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിമർശനം നടത്തുന്ന ഓരോ വിമർശനങ്ങൾക്കും കൃത്യമായ രേഖകൾ വെച്ചിട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ വിമർശനം നടത്താറുള്ളത്. ഒരു പക്ഷേ അതിൽ
ഉദ്ധരിക്കാത്തത് തന്നെ കൃത്യമായിട്ട് ഒരു കോടതി കേസോ മറ്റോ വരുന്ന സമയത്ത് ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായി തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെഫറൻസുകളുണ്ട്. ആ രീതിയിലാണ് നമുക്ക് ഇസ്ലാമിക വിമർശനം നടത്താറ്. ഏതായാലും അവിടെ ഞാനത് അതിൻ്റെയൊക്കെ എഴുതി കൊടുത്തു, മൊഴി കൊടുത്തു പോന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ്. പിന്നെയും ഒരാഴ്ച കഴിഞ്ഞാണ് എന്നോട് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്, ഫോൺ ഹാജരാക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഫോണും കൊണ്ടുപോകുന്നു. ഇവർ കാര്യങ്ങൾ പറയുന്നു. അന്നേരമാണ് ഞാൻ FIR കാണുന്നത്. ഈ FIR ഇട്ടതൊന്നും എനിക്ക് അറിയില്ല. ഇങ്ങനെ FIR കാണുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ കേസ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് അതുവരെ ഈ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയും ഇത് അത്രമാത്രം ഗൗരവമുള്ള ഒരു സംഭവമല്ലെന്നും ഇത് സൈബർ സെല്ലിൽ നിന്ന് വന്ന് അന്വേഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളെപ്പോലെ ഉള്ള ഒരാളല്ല, അല്ലെങ്കിൽ സാമൂഹ്യ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളല്ലെന്ന് അവർ കൃത്യമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിഷ്ക്രിയത്വം പാലിക്കുകയും പിന്നെ അവർക്ക് ഹെഡിൽ നിന്നുണ്ടായ ഒരു പ്രഷർ കൊണ്ട് അവർ ഈ കേസിലേക്ക് കടക്കുകയും അതിൻ്റെ തീരുമാനപ്രകാരം അതിൻ്റെ പ്രൊസീജിയറായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എൻ്റെ ഫോണ് പിടിച്ചെടുക്കുന്നു, പിന്നെ FIR ഇടുന്നു. FIR പിന്നെ നോക്കുന്ന സമയത്ത് 150-ാം വകുപ്പാണ് ചേർത്തിരിക്കുന്നത്, 153-ാം വകുപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ പോസ്റ്റുകളിൽ ഏതെങ്കിലും ഇങ്ങനെ ഈ വർഗീയ ലഹളയ്ക്കോ അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്ന പോലുള്ള എന്തെങ്കിലും പോസ്റ്റുകൾ നിങ്ങൾ ചെയ്തിരുന്നോ? ഞാൻ എൻ്റെ പോസ്റ്റ് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് നമ്മുടെ പ്രഭാഷണ കാര്യം കേട്ട എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഒരു ഇസ്ലാം മത വിശ്വാസികൾ പക്ഷേ നമ്മളൊരു കാര്യം ഇസ്ലാമിൽ ഇതുണ്ട് അതുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അറിയില്ല കിതാബിൽ എന്തുണ്ട് ഇങ്ങനെയുണ്ടോ എന്നത്. അവർക്കത് വർഗീയതായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവാചകനെ പറ്റിയോ അവരുടെ മതത്തെക്കുറിച്ചോ മതഗ്രന്ഥങ്ങളോ പറ്റിയോ പറയുന്ന മോശം കാര്യമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അവർക്ക് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോന്ന് എടുത്തിരുന്ന സമയത്ത് അപ്പം ഞാൻ എടുത്തിട്ട് അത് വർഗീയതയാണോ അല്ലെങ്കിൽ ഏതാണ് വർഗീയത എന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഞാൻ എടുത്തിട്ട് കുറച്ച് ഇവർ ഫോട്ടോസ്റ്റാറ്റ് ആയിട്ട് ഇതിൽ FB പോസ്റ്റുകളെ പറ്റി നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഞാൻ പറയാം. അതായത് ഒരു പോസ്റ്റ് 10 തവണ അന്യപുരുഷന് മുല കൊടുത്താൽ സഹോദര ബന്ധം സ്ഥാപിക്കാമെന്ന് പഠിപ്പിച്ച മുത്തുനബി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഒരു പോസ്റ്റ് ഇതാണ്. ഇത് ഒരു മുസ്ലിം മതവിശ്വാസിക്ക് ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് ഇതിലൊരു ആക്ഷേപഹാസ്യം ഉണ്ട് എന്നല്ല പോസ്റ്റ് കാണുന്ന സമയത്ത് അവർക്ക് ഒരു പക്ഷേ വികാരം വ്രണപ്പെടാം. പക്ഷേ എൻ്റെ പ്രവാചകൻ ഇങ്ങനെയല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായ ഹദീസാണ് ഞാൻ ഇതിൽ ഉദ്ധരിച്ചത്. ഹദീസിലുണ്ട് അങ്ങനെ. അതേപോലെ തന്നെ മറ്റൊരു പോസ്റ്റാണ് അവിഹിത ബന്ധത്തിൽ പിറന്ന സ്വന്തം പെൺകുട്ടിയെയും പിതാവിന് വിവാഹം ചെയ്യാമെന്ന് പഠിപ്പിച്ച മുത്തുനബി ലോകം കണ്ടത് ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഇതും ഒരു മതവിശ്വാസിക്ക് അല്ലെങ്കിൽ അറിയാത്ത ഒരു വിശ്വാസിക്ക് വ്രണപ്പെടാം. പക്ഷേ ഇതും ഇവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫത്വൽ മുഈനിൽ കൃത്യമായി പറയുന്ന ഒരു സംഭവമാണ്. നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റും. പോസ്റ്റുകൾ ആധികാരികത ഉണ്ട്. അതായത് അവർ ഉന്നയിക്കുന്ന പറഞ്ഞാൽ മെയ് 28-ാം തീയതി മുതൽ ജൂൺ 15-ാം തീയതി വരെയുള്ള പോസ്റ്റുകളാണ് അവർ ഉന്നയിച്ച് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് 4 ആളുകളാണ് മുഹമ്മദ് ബുറാഖ് എന്ന വാഹനത്തിൽ കയറി ബഹിരാകാശത്ത് പോയില്ല? അത് ആ കാലത്ത് തന്നെ പിന്നെ മുസ്ലിം മക്കാരൊക്കെ ചോദിച്ച സംശയങ്ങളാണ്. ഇതിനോട് 4 ആൾ കാണാൻ പോയാൽ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുകയില്ലെന്നല്ലോ, ഒരു തെളിവില്ലാത്തത് കൊണ്ടല്ലേ. മുഹമ്മദ് നട്ടപ്പാതിരക്ക് പോയി എന്ന് പറയും. അങ്ങനെയാണ് ഇസ്ലാമിക കഥ ഒക്കെ നിസ്കാരമൊക്കെ വന്ന കഥ വരുന്നത്. ഏതായാലും അത് ഒന്ന് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, എന്തുകൊണ്ട് 4 ആൾ കാണുക പോയില്ല എന്ന്. അതേപോലെ തന്നെ നമ്മളെ ഈ എസൻസിൻ്റെ പരിപാടിയായ മലപ്പുറത്ത് വെച്ച് നടത്തിയ കൊപ്പെ കൊതിപ്പിക്കലും പഠിപ്പിക്കലും എന്ന് പറഞ്ഞ് നടത്തിയ അതിൽ ഞാൻ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പ്രഭാഷണം ചെയ്തിരുന്നു. അപ്പം ആ പരിപാടിയുടെ മൊത്തം പോസ്റ്ററുണ്ട് അതിൽ ഇതായിട്ട്. പിന്നെ ഞാൻ പിന്നെ കുറച്ച് കടന്ന ഒരു പ്രയോഗം എന്ന് പറയാം. പിന്നൊന്ന് ഞാൻ കണ്ടത് അതിൽ മുഹമ്മദ് ഒരു കുറുക്കനാണ്. തൻ്റെ അധികാരവും കാമവും സ്ഥാപിക്കാൻ വേണ്ടി അനുയായികളെ മൊത്തം പറ്റിച്ച് തൻ്റെ ആധിപത്യം സ്ഥാപിച്ചെടുത്ത ഒരു ബുദ്ധിമാനായ കുറുക്കൻ. അങ്ങനെ പോസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ. അതും ഇസ്ലാമിനെ പറ്റി സംബന്ധിച്ചിടത്തോളം പഠിച്ചവർക്ക് അത് മനസ്സിലാവും. അത് ഉള്ള കാര്യമാണ്. എൻ്റെ അഭിപ്രായമാണ്, അത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളെയും നമ്മൾ ആധികാരികമായ തെളിവുകൾ വെച്ചിട്ടാണ് പോസ്റ്റ് ഇടാറ്. ഒരു പക്ഷേ അതിൽ ഒരു സറ്റർ രീതി പ്രയോഗിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് പറഞ്ഞു എന്ന് വരാം. അങ്ങനെയാണ് FB പോസ്റ്റ് ഉണ്ടാവാറ്. പ്രഭാഷണങ്ങളിലൊക്കെ ഉടനീളം ഞാൻ പറയുന്ന പ്രഭാഷണങ്ങളിൽ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഉദ്ധരിക്കാറുള്ളത്. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ മതവികാരം വ്രണപ്പെടാൻ പല കാര്യങ്ങളാവും. മതത്തിൻ്റെ അകത്ത് തന്നെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ലാതെ ഈ കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ താങ്കൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിരുന്നോ? യാസിനോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. അത്തരം ഈ 16 ദിവസമുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ട് FIR ഉണ്ട് എന്താണ് എന്നിട്ട പോസ്റ്റ് ചെയ്യുന്നത്. ആ പോസ്റ്റിലാണ് ഇത്തരം കാര്യങ്ങൾ.
പിന്നെ ജസ്റ്റ് അവർ ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് 153 ചാർത്തിയും സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ഉതകുന്ന, കലാപമുണ്ടാക്കാൻ ഉതകുന്ന പിന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഞാൻ ഏർപ്പെടുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആൻ എടുക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായ വർഗീയത പറയുന്നുണ്ട് ഖുർആനിൽ. അതായത് അന്യമത വിശ്വാസികളെ വെറുക്കാനും അവരുമായിട്ട് കൂട്ടുകൂടരുതെന്നും സ്വന്തം മാതാപിതാക്കളാരും അവരുമായിട്ട് പിന്നെ അടുക്കരുതെന്നും, അങ്ങനെ അടുത്താൽ അവരാണ് അക്രമികളെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹദീസുകൾ വായിച്ചാൽ നമുക്ക് അറിയാം, മുഹമ്മദ് നബി മരിക്കാൻ കിടക്കുമ്പോഴും എന്താണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലോകാസമസ്ത സുഖിനോഭവന്തു, അല്ലെങ്കിൽ ലോകത്തിന് മൊത്തം സുഖമുണ്ടാവട്ടെ എന്ന നല്ല വാക്യമല്ല പറഞ്ഞത്. അറേബ്യൻ പെനിൻസുലയിൽ നിന്ന്, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് എല്ലാ ജൂതന്മാരെയും എല്ലാ ക്രിസ്ത്യാനികളെയും ആട്ടി ഓടിക്കണമെന്നാണ് പറയുന്നത്. അല്പകാലം കൂടി ജീവിക്കുകയാണെങ്കിൽ ആട്ടി ഓടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ ഗ്രന്ഥങ്ങളിൽ ഉടനീളം വർഗീയത ഉണ്ട്. പക്ഷേ നമ്മൾ ശ്രമിക്കുന്നത് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്, എല്ലാ മതഗ്രന്ഥങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ട്, വർഗീയത ഉണ്ട്, മാനവിക വിരുദ്ധത ഉണ്ട്, സ്ത്രീ വിരുദ്ധത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തുറന്നു കാട്ടാനും, എന്നിട്ട് ഇതൊക്കെ മാനവികക്കെതിരാണെന്നും അതിൽ കവിഞ്ഞ് മാനവികത ഊന്നിയുള്ള ഒരു ഭരണഘടനയിലെ 51 പ്രകാരം ശാസ്ത്രീയ ത്വരയും അന്വേഷണ ത്വരയൊക്കെ വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ എത്തിക്കാനുള്ള ശ്രമങ്ങളും അതിനുള്ളൊരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് നമ്മൾ ഇതൊക്കെ ഈ മതവിമർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നതും ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് അഡ്വക്കേറ്റിനോട് ചോദിക്കാം. അഡ്വക്കേറ്റ് ജിട്ടി, ഇത് ഈ IPC 153 എന്ന് പറയുന്ന വകുപ്പ് ശരിക്കും ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് കൊടുക്കുന്ന അവകാശം, ഫ്രീഡം ടു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മൗലിക അവകാശമാണ്, നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. അതിനെതിരാണ് ഈ വകുപ്പ് പലയിടങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടതായിട്ട്, ദുരുപയോഗം ചെയ്യപ്പെട്ടതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ വകുപ്പിൻ്റെ കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ വിശദമാക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം? IPC 153 153A 153 കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന വകുപ്പ് 153A ആണ്. ഈ രണ്ട് വകുപ്പുകളും പറയുന്ന വളരെ സിമ്പിളാണ്, കലാപം ഉണ്ടാക്കുന്നതിനെ തടയാൻ വേണ്ടിയുള്ള വകുപ്പുകളാണ്. ഒന്ന് 53 ആകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരു കലാപം ഉണ്ടാക്കാൻ പ്രൊവോക്ക് ചെയ്യുക. 53A ആണെങ്കിൽ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ, രണ്ട് കാസ്റ്റോ, രണ്ട് റിലീജിയനോ, രണ്ട് വർഗമോ, അപ്പോൾ നമ്മൾ മണിപ്പൂരിലൊക്കെ ഉണ്ടായ കലാപം, അതുപോലെ രണ്ട് വർഗ്ഗങ്ങൾ തമ്മിലെ കലാപം, അതിന് ആഹ്വാനം ചെയ്യുക. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സുപ്രീം കോടതി വളരെ വളരെ ഒരുപാട് കേസുകളിൽ വളരെ സ്ട്രിക്റ്റായിട്ടും ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്, പോലീസിന് വളരെ ക്ലിയറായിട്ട് ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ഗ്രൂപ്പുകളുണ്ടായിരിക്കണം, കലാപം നടക്കാനുള്ള ആഹ്വാനം കൊടുത്തിട്ടുണ്ടാകണം. അതല്ലാതെ മിയർലി ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു തുറന്ന കാട്ടിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കാര്യം പറയുക, റൈറ്റ് ടു എക്സ്പ്രഷൻ, അതൊന്നും ഇതിൽ വരാൻ പാടില്ല എന്ന് വളരെ പല കേസുകളിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ആർട്ടിക്കിളിന് ഈ കേസുകൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്ന കേസാണ് വകുപ്പുകളാണ് ഇത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരാൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളൊരു പോസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലോ ഒരു പോസ്റ്റ് ഇടുന്നു. അപ്പം പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, കേസെടുക്കാൻ വേറെ കാര്യങ്ങളൊന്നും വേണ്ട, ഈ എലമെൻറ്റ് മതി. കാരണം അതല്ലെങ്കിൽ ഞാൻ ഒരാളെ അടിച്ചെങ്കിൽ അടിച്ചത് പ്രൂവ് ചെയ്യണം, അതല്ലെങ്കിൽ ഇതാകുമ്പോൾ അതൊന്നും ആവശ്യമില്ല, ഇത് എനിമിറ്റി ഉണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ കലാപം നടന്ന പല കേസുകളിലും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിച്ചിട്ടില്ല. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പോലീസ് അല്ലെങ്കിൽ ഭരണം അല്ലെങ്കിൽ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്ത് എടുക്കുന്ന കേസുകളാണ്. അതെ, ഇപ്പോൾ ജാഫറിൻ്റെ കേസ് ഞാൻ അത് കണ്ടിരുന്നു. അതിൽ 153 ചാർജ് ചെയ്തിട്ടില്ല ഇപ്പോൾ. അത് കാരണം എന്താണ്, ഒരു നിവൃത്തിയില്ല കേസെടുക്കാൻ ഒരു കാര്യമുള്ള കാര്യമല്ല. അപ്പോൾ എന്തെങ്കിലും എടുക്കണ്ടേ എന്നുള്ള ആ പ്രഷർ കൊണ്ടോ അവർ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ഒരു പോസ്റ്റിൻ്റെ പേരിൽ 153A 153 ഇട്ടതെന്തിനാ? അതൊരു എവിടുന്നോ ഉള്ള അതിശക്തമായ ഒരു പ്രഷറിന്റെ ഭാഗമായിട്ട് അവർക്ക് നാളെ അത് മാറ്റി 153A ആഡ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഏത് വകുപ്പും അത് ഈ പരിശോധന ഭാഗമായിട്ട് അവർക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് എവിഡൻസ് ഉണ്ടെന്ന് കണ്ടാൽ ഏത് വകുപ്പും ആഡ് ചെയ്യാൻ അവർക്ക് പറ്റും. ഇപ്പൊ തൽക്കാലം അറസ്റ്റും ചെയ്യാം. 130A ആണെങ്കിൽ നോൺ ബെയിലബിൾ ആണ്, നമ്മൾ പിന്നെ അറസ്റ്റ് ചെയ്യാം, അന്വേഷിക്കാം. പക്ഷേ സുപ്രീം കോടതിയുടെ 1-2 കേസുകളിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് ബജുല കേസുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു IPC നിയമത്തിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഏത് സെക്ഷൻ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ ഒരു ഏതെങ്കിലും IPC നിയമത്താണ് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് അത് പാലിക്കാൻ, അതായത് ആ ഇൻഗ്രീഡിയൻസ് ഇല്ലാതെയാണ് ആ കേസ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അത് അബ്യൂസ് ഓഫ് ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അബ്യൂസ് ഓഫ് ലോ, നാളെ അബ്യൂസ് ഓഫ് ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞാൽ അബ്യൂസ് ഓഫ് ലോ ആണ് ഏത് കേസിൻ്റെയും ഇൻഗ്രീഡിയൻസ്. അത് അപ്പോൾ ഈ കേസുകളിലൊക്കെ ആണെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വകുപ്പുകളാണിത്. അതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോലെ ശിവപ്രസാദ് വേഴ്സസ് ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. അതിനകത്ത് ടു പാർട്ടി ഇല്ല, എനിമിറ്റി ബിറ്റ്വീൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റയോട്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ആണ്. രണ്ട് ഗ്രൂപ്പുകൾ, രണ്ട് ആൾ നല്ലത് രണ്ട് ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പിൽ 2 റിലീജിയൻ ആയിരിക്കാം, 2 റേസ് ആകാം, കാസ്റ്റോ ലാംഗ്വേജോ അല്ലെങ്കിൽ കളർ, ആ രീതിയിലുള്ള 2 ഗ്രൂപ്പുകൾ തമ്മിൽ എനിമിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആഹ്വാനം ചെയ്യണം. ഇല്ല, ഞാനത് കണ്ട സ്ഥിതിക്കും നോക്കിയ സ്ഥിതിക്കും അങ്ങനെ ജാഫർ 2 ഗ്രൂപ്പുകളെയോ അല്ലെങ്കിൽ ഒരു ഈ 133 ആഡ് ചെയ്ത് വളരെ കുറവേ ഉള്ളൂ. അത് എങ്ങനെ നിങ്ങൾ തന്നെ ആലോചിക്കും, കലാപത്തെ എങ്ങനെ ജാഫർ ആഹ്വാനം ചെയ്യും, എങ്ങനെ അതുകൊണ്ട് കലാപം ഉണ്ടാകാൻ സാധ്യതയുള്ളത്? അല്ല, ജാഫറിന്റെ ഒരു ഫോളോവേഴ്സ് നീ പോയി അടിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ പോയി, അല്ല അതല്ല, അത് നടക്കുന്ന ഒരു കാര്യമല്ല. ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഇവരിപ്പോൾ തൽക്കാലം 153 ഇട്ടിട്ട് വെച്ചിരിക്കുന്നത്. പോലീസിന് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ന്യായമായിട്ടും അവർക്ക് എന്താ പറയുക, അവരത് പിന്നെ 130A ചാർജ് ചെയ്യും. നമുക്ക് ഈ കാര്യത്തിൽ ജാഫറിനോട് ചോദിക്കാം, ജാഫർ എങ്ങനെയാണ് മതവിമർശനം നടത്തുന്നത്. ജാഫർ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഹിന്ദു മതത്തിനെ അല്ല ഇസ്ലാം മതത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം മതവിമർശനം നടത്തുന്ന ഒരാളാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ? എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും ബോഷ്കായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. മതങ്ങളൊക്കെ മാനവിക വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും ആധുനിക മനുഷ്യൻ്റെ സാംസ്കാരിക പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം പിന്നെ ഞാൻ കൂടുതലും ഇസ്ലാം വിമർശനമാണ് നടത്തുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്ന് അതിൻ്റെ എല്ലാവിധ ഒരുപക്ഷെ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ആളും അതേപോലെ അതിൻ്റെ മതം വിട്ട സമയത്ത് ഇത് എല്ലാവിധ തിക്തഫലങ്ങളും അനുഭവിച്ച ഒരാളുമാണ് ഞാൻ. അപ്പം ഇസ്ലാം എന്നെ വേട്ടയാടിയിട്ടുണ്ട്, ഉടനീളം ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ ഇസ്ലാം വിട്ടതിന് ശേഷം ഉടനീളം എനിക്കതിൻ്റെ ദ്രോഹം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നും ഇന്നൊക്കെ ഞാൻ തീക്കനലിൽ കൂടി തന്നെയാണ് നടന്നു വരുന്നത്. കാരണം ഇസ്ലാം വിമർശനം എത്രത്തോളം ദുഷ്കരമാണെന്ന് അറിയാൻ നമുക്ക് ഒരുപക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം കുറച്ചൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ചേകന്നൂരിൻ്റെയോ അല്ലെങ്കിൽ ജോസഫ് മാഷയുടെയൊക്കെ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ കേസിൽ തന്നെ ഏറ്റവും നല്ലൊരു ഗുണകരമായ ഒരു പുരോഗതി നമ്മൾ കാണുന്നത് പറഞ്ഞാൽ, ഒരു കൈവെട്ടുന്നതിലോ ഇസ്ലാം കൃത്യമായിട്ട് അള്ളാഹുവിനെയും മുഹമ്മദിനെയും വിമർശിച്ചാൽ കൈകാലുകൾ ഇരു ദിശകളിൽ നിന്ന് വിപരീത ദിശകളിൽ നിന്ന് വിച്ഛേദിക്കാനാണ് പറയുന്നത്. പക്ഷേ അതിൽ നിന്നും മാറിയിട്ട് ആധുനിക മനുഷ്യൻ്റെ ഒരു ധാർമ്മികതയിലേക്ക് എത്തി എന്ന് നമ്മൾ ഈ കേസിൽ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇപ്പം ഒരു രാജ്യത്തിന് നിയമപരമായിട്ട് നേരിടുക എന്നൊരവസ്ഥ ഈ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പുരോഗതിയാണ്. ആ ഒരു പുരോഗതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇസ്ലാമിനെ പറ്റിയാണ് കൂടുതൽ വിമർശിക്കാറുള്ളത്. കാരണം എനിക്ക് ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് അതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് കൂടുതൽ അറിയാവുന്നത് ഇസ്ലാം മതത്തെ പറ്റിയാണ്. അപ്പം അതിൻ്റെ കൊള്ളരുതായ്മകൾ ഞാൻ വിമർശിക്കുന്നുണ്ട്, അതിൻ്റെ സ്ത്രീവിരുദ്ധത വിമർശിക്കുന്നുണ്ട്, അതിൻ്റെ ആധുനിക മനുഷ്യനെതിരായിട്ടുള്ള സംഭവങ്ങൾ വിമർശിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു മുസ്ലിം പെൺകുട്ടി എന്തെങ്കിലും കാര്യങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയാൽ ഒരു സമ്മാനം വാങ്ങാൻ പോകണമെങ്കിൽ പിതാവോ സഹോദരനോ പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ആ കുട്ടിക്ക് പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ ഭരണം ഏറ്റെടുത്തുന്ന ഒരു ജനത നശിച്ചു പോകുന്നതാണ് ഇസ്ലാമിക് ഗ്രന്ഥങ്ങളിൽ പ്രവാചകങ്ങളിൽ പറയുന്നതായിട്ട് ഹദീസുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചത്. അപ്പം അത്തരം കാര്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ ഇസ്ലാമിക വിമർശനമാണ് നടത്താറുള്ളത്. പിന്നെ ഈ കേസിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ കേസ് എനിക്ക് ഇതിനു മുമ്പ് ഈ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ട്, ഉടനീളം എന്നെ വേട്ടയാടുന്നു, എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് തോന്നുന്നുണ്ട് എപ്പോഴും. അപ്പം ഇതിൻ്റെ മുമ്പ് കേസ് വന്ന സമയത്ത് വ്യക്തമായ പരാതിക്കാരനുണ്ടായിരുന്നു. അപ്പം ഇത് SIയുടെ മുമ്പിലും CIയുടെ മുമ്പിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും കാര്യങ്ങളാണ് ചെയ്തത്. അപ്പം ഈ കേസ് ഞാൻ ഇവിടുന്ന് വന്നു എന്ന് അന്വേഷിച്ച സമയത്ത് ഇത് പരാതിക്കാരന് ഒരു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനാണ്. അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ സൈബർ വിങ്ങിൽ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ്. അപ്പം ഇത് എറണാകുളം ADGP സൈബർ വിങ്ങിലെ ഹെഡിന് ആണ് ഈ കേസ് ചാർജ് ചെയ്യുന്നത്. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിലിപ്പം എന്നെക്കാളും മാരകമായ സോഷ്യൽ മീഡിയയിൽ സകല മതങ്ങളെ വിമർശിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇഷ്ടംപോലെ പോസ്റ്റുകൾ വരാറുണ്ട്, ഇഷ്ടംപോലെ വിമർശനങ്ങൾ പ്രഭാഷണങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം പിന്നെ അങ്ങനെ അവർ സൈബർ സെല്ല് ഡയറക്റ്റ് ഈ കേസ് എടുക്കുകയായിരുന്നെങ്കിൽ ഇവരൊക്കെ വേട്ടയാടേണ്ടിയിരുന്നു, ഇവർക്കൊക്കെ ഈ പിന്നെ കേസ് ചാർജ് ചെയ്ത് അയക്കേണ്ടിയിരുന്നു. അതവർ ചെയ്തിട്ടില്ല. അപ്പം കൃത്യമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തുള്ളൊരു പ്രഷർ അവിടെ ഹെഡിലെത്തുകയും അപ്പോൾ അതിനുശേഷം അവരുടെ പ്രഷറിലാണ് ഈ കേസ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ സമീപനങ്ങളും
ഒക്കെ നോക്കുന്ന സമയത്തും എനിക്ക് കൃത്യമായിട്ട് അതാണ് മനസ്സിലായത്. പലപ്പോഴും അവർ ഈ കേസിനെ അവഗണിക്കുകയോ എടുക്കാതിരിക്കാൻ എത്രത്തോളം നിർവാഹമുണ്ട് എന്ന രീതിയിലേക്ക് പോയി ചെയ്യുന്ന സമയത്തൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഈ പ്രഷർ അവരിലേക്ക് എത്തുകയും അങ്ങനെയാണ് അവർ ഈ കേസിലേക്ക് പൂർണ്ണമായിട്ട് എത്തുകയും ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ ടാർഗറ്റ് ചെയ്യുക, ഇസ്ലാം വിമർശകരെ മൊത്തം ഒതുക്കുക എന്നുള്ള സംഭവം ഉടനീളമുണ്ട്. അതിൽ എന്നെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. അതിൽ ഒരു മതവിഭാഗത്തിൻ്റെ പങ്കോ ആ മതം ഒരു ഏൽപ്പിച്ച ഏതെങ്കിലും രാഷ്ട്രീയ വിഭാഗത്തിന്റെ പങ്കോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് താങ്കൾ ജീവിക്കുന്നത് ഈ കാന്തപുരം അടുത്താണ്, ചളിക്കോട് എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. തീർച്ചയായിട്ടും കാന്തപുരം എന്ന അങ്ങാടിയുടെ ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസമില്ല താങ്കൾ ജീവിക്കുന്നത്. അപ്പൊ ആ നാട്ടിലെ ജനങ്ങളെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ ആശയത്തിനോടുള്ള ഒരു വ്യത്യാസം ഉണ്ടെന്ന് താങ്കൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രകടമാക്കാറുണ്ട്. അവിടെ പൊതുവെ താങ്കളോടുള്ള സമീപനം എങ്ങനെയാണ് സമീപവാസികളുടെ? ഞാനൊരു മുസ്ലിം മെജോറിറ്റി ഏരിയയിലാണ് ജീവിക്കുന്നത്. അപ്പം അതിൽ നമ്മളിപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാലും മുസ്ലിം എന്ന് പറഞ്ഞാലും ഞാൻ രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് കിതാബുകളിലും അതിൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങളിലൊക്കെ അടിസ്ഥാനപരമായിട്ട് എന്താണ് ഈ മതം എന്നതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് ഇസ്ലാം. പക്ഷേ അത് പ്രവാചക ചര്യയായിരിക്കാം, ഖുർആനായിരിക്കാം, ഹദീസായിരിക്കാം, അതൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യനെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ ഒരു മിക്സഡ് കൾച്ചറിൽ വളർന്നത് കൊണ്ട് അവർ ഈ സമൂഹത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഒരു തവണ പോലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ആഴത്തിൽ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്ത ജന്മം കൊണ്ട് മതവൽക്കരിക്കപ്പെട്ടവരാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. അവർക്കറിയില്ല ഇതിനുള്ളിൽ എന്ത് എഴുതിയിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ഒന്നും അറിയില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മതം എന്നതിലുപരി ഒരു പൊളിറ്റിക്കൽ കൾട്ടാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. അവിടെ ജിട്ടി താങ്കളോട് ചോദിക്കുക, ഇതിപ്പോൾ മാധ്യമം ദിനപത്രത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു രാമായണ വിമർശന ലേഖനം വരുന്നു. മാധ്യമം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അതൊരു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു മതസംഘടനയുടെ ചാനലോ പത്രം ആണ്. അതിൽ മറ്റൊരു മതത്തെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ച് പരസ്യമായി വിതരണം ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ശരിക്കും 2 വിഭാഗങ്ങളെ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. കാരണം അതിൽ 2 വിഭാഗങ്ങൾ ശരിക്കുണ്ട്. ഒരു മതവിമർശകനെ പോലെ അല്ല ഇത്. അപ്പോൾ അതിനെതിരെയൊന്നും ഇത്തരം കേസുകൾ എടുക്കുന്നത് കാണുന്നില്ലല്ലോ. ശരിക്കും അതിലും അങ്ങനെ ഒരു കേസ് എടുക്കാനുള്ള വകുപ്പ് എങ്ങനെയാണെങ്കിൽ ഉണ്ടാവില്ല. അതിലും അങ്ങനെ ഒരു വകുപ്പ് ഇല്ല സത്യം പറഞ്ഞാൽ. ആക്ച്വലി അത് ആ നിയമത്തിൻ്റെ വഴി നോക്കുവാണെങ്കിൽ, നിയമത്തിൻ്റെ ഉദ്ദേശത്തിൽ നോക്കുവാണെങ്കിൽ, ഒരു മതത്തെക്കുറിച്ച് വേറെ മതത്തിൻ്റെ ബുക്കിൽ ഒരു പ്രസിദ്ധീകരിച്ചാൽ പോലും ഇങ്ങനെ ഒരു ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ലഹള ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം, അതാണ് നമുക്ക് വേണ്ടത്. ഈ ജാഫറിൻ്റെ കേസിൽ അങ്ങനെ സാധനം ഇല്ല. നിങ്ങൾ പറഞ്ഞാൽ കുറച്ചുകൂടെ ഡിഗ്രി അത് ജാഫറിൻ്റെ കേസ് അത് എടുക്കുവാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇതിനെടുത്തിരിക്കണം. ഇതിന് മാത്രമല്ല, നമ്മൾ കാണുന്ന പല ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പം കാണുന്ന എല്ലാ പോസ്റ്റുകൾക്കും, മതത്തെ വിമർശിച്ചുകൊണ്ട് ഉണ്ടാകുന്ന എല്ലാ പോസ്റ്റുകൾക്കും ഇത് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്കതൊരു ചോദിക്കുകയാണെങ്കിൽ മതവിമർശനം ശരിക്കും നമ്മുടെ ഒരു ബേസിക് ആയിട്ട് മതവിമർശനം ചെയ്യും. ബ്ലാസ്ഫമി 295A അല്ലേ, 295A അതൊക്കെ പലരുടെ പേരിലും ഈ കുറ്റം ചാർത്തുകയും ജാമ്യം കിട്ടാത്ത വകുപ്പേറ്റ് അകത്തുകയും ചെയ്യുന്നു. ശരിക്കും ഈ മതവിമർശനം മതങ്ങളെന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട ഒരു സംഗീതമാണ്. ഇതിനെ നമ്മൾ വിമർശിക്കേണ്ട ആവശ്യം ശരിക്കില്ലേ? ഇതിനെ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ലംഘിച്ചുകൊണ്ട് ഈ ബ്ലാസ്ഫമി എന്ന് പറയുന്ന വകുപ്പ് എടുത്ത് പ്രയോഗിക്കുന്നതാണ്. അതിനെക്കുറിച്ച് എന്താണ്? അത് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ കോടതികൾ ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റില്ല എന്ന കാരണം തന്നെയാണ്. കാരണം പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ മതത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന, മതങ്ങളെ എന്തെങ്കിലും മതം കൊണ്ട് എത്ര പെട്ടെന്ന് ഒരു പ്രശ്നമുണ്ടാകാൻ, ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വളരെ ഈസിയായ ഒരു രാജ്യമാണ്. ഇപ്പോഴും നമ്മളുടെ ആ മതം എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ഒരു മുന്നേറ്റം നടത്തിയിട്ടില്ല. പല യൂറോപ്യൻ രാജ്യങ്ങളും പല വികസന രാജ്യങ്ങളും ഇതെടുത്ത് കളഞ്ഞു. പണ്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നതായിരുന്നു, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആക്ടാണ്, എടുത്ത് കളഞ്ഞു. പക്ഷേ നമ്മളുടെ പല കേസുകളിലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, പക്ഷേ സുപ്രീം കോടതി ഒരുപാട് ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയുള്ള കേസുകൾക്കായിരിക്കണം ഇത് എടുക്കേണ്ടത്. അല്ലാതെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു മതത്തെ വിമർശിച്ചത് കൊണ്ട് അത് ആ സെക്ഷൻ ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു മതത്തെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിൽ, അവഹേളിക്കുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ ഒരു ബോധപൂർവ്വം വിദ്വേഷമുള്ളത്, ബോധപൂർവ്വം വിദ്വേഷം ജനിപ്പിക്കാൻ രീതിയിൽ ഒരു വിദ്വേഷം, അതാണ് വിദ്വേഷം, അല്ല വിമർശനമല്ല. ഒരു മതത്തിലെ തെറ്റോ അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങളോ അയാളുടെ നിരീക്ഷണത്തിൽ കാണുന്നത് പറയുന്നതല്ല, ബോധപൂർവമായിട്ട് ഒരു വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ എന്ന രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പൊ ആ ലെവലെത്തി. അല്ല, അതിലും കാരണം പറയുന്നത് നമ്മുടെ രാജ്യം മുഴുവൻ ഈ മതാത്മകതയിൽ അതെ. കിടക്കുന്നതുകൊണ്ടാണ്. അതെ 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 അതുകൊണ്ട് എടുത്തോളാം. നമ്മൾ ഇപ്പൊ ഞാൻ പറയാം, നമ്മളിപ്പോൾ പബ്ലിക് സ്മോക്കിംഗ് നിരോധിച്ചു. ഇത് റൈറ്റ് ലൈഫാണ്. അപ്പോൾ റൈറ്റ് ലൈഫ് എന്ന് നമ്മൾ സ്വാതന്ത്ര്യം കഴിയുന്ന സമയത്ത് റൈറ്റ് ലൈഫ് ജീവിക്കാനുള്ള റൈറ്റ് ആയിരുന്നു, അത്രേ ഉണ്ടായിരുന്നു, ജീവിക്കാനുള്ള റൈറ്റ്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇത് ഡീസെൻറ്റ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി, ഇത് ലീവ് വിത്ത് ഡിഗ്നിറ്റി ആയി. അപ്പോൾ ആ റൈറ്റിൽ വന്നപ്പോൾ ആ സമയത്താണ് അപ്പോൾ ആലോചിച്ചോക്ക് ഒരു പബ്ലിക് സ്മോക്കിങ്ങിനെ അതിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ നമ്മളുടെ എന്താ പറയുക, മതത്തെ വിമർശിക്കാനുള്ളത് അല്ലെങ്കിൽ മതത്തെ അവഹേളിക്കാന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. അത് പറ്റണമെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി കുറച്ചുകൂടെയൊക്കെ വളരണം. പക്ഷേ നേരെ റിവേഴ്സാണ് ഇവിടെ ഇന്ത്യ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഭരണകൂടങ്ങൾ, അതായത് ഇപ്പോൾ ഫാസിസം ഇവിടെ നിന്ന് വരുന്നു, നോർത്ത് നിന്ന് വരുന്നു എന്നൊക്കെ പറയുന്നത്, പലപ്പോഴും നമ്മുടെ ഭരണകൂടങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അവരുടെ മറ്റു താല്പര്യങ്ങൾക്കോ വേണ്ടി ഇത്തരം വകുപ്പുകളെ, ഇപ്പോൾ 153 പോലെയുള്ള 295A പോലെയുള്ള വകുപ്പുകളെ എടുത്ത് ഉപയോഗിക്കുന്നത് കാണാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2022-21 അങ്ങാണ്ട് നമ്മുടെ കേരള പോലീസ് ആക്ട് ഒന്ന് അമെൻഡ് ചെയ്ത് 118 എന്ന് പറഞ്ഞിട്ട് അതും ശരിക്കും ഇതേപോലെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒരു വകുപ്പായിരുന്നില്ലേ? അതെ, ഈ വകുപ്പുകളൊക്കെ നമ്മൾ ഒരു ഇപ്പം UP നടക്കുവാണെങ്കിൽ, അത് നോർത്ത് നടക്കുവാണെങ്കിൽ നമ്മൾ വേറെ സെറ്റ് ഓഫ് ഒരു റൂൾ ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ നമ്മൾ നമുക്ക് എല്ലാ ഭരണകൂടങ്ങളും ഇത് നന്നായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് കേസ് എടുക്കാനും ഒരാളെ ഒതുക്കാനും, അല്ല ഒരാൾ ഒരു 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 ഇൻഡിപെൻഡൻറ്റ് വ്യക്തി എന്നില്ല, അത് ഒരു പാർട്ടിക്കാരനായിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി ഒരു വ്യത്യാസങ്ങളായിക്കോട്ടെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നിയമങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇതൊന്നും ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ശിക്ഷിക്കപ്പെടുന്ന റേറ്റ് വളരെ കുറവാണ്. അതല്ലെങ്കിൽ ഇതൊക്കെ ഹൈക്കോടതി ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തള്ളിപ്പോകും, ട്രയൽ പോലും നിൽക്കില്ല. പക്ഷേ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ, പേടിപ്പിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന പിന്നെ കേസാണിത്. ഞാൻ ചിലപ്പം ജാഫറിൻ്റെ കേസ് കാണുന്ന സമയത്ത്, ഇപ്പം ജാഫറിൻ്റെത് എന്തുകൊണ്ടാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കണം. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അതിലെ പിന്നെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റാണ്, സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സ്വമേധയാ കേസെടുത്ത പോലെയാവും. അങ്ങനെ സ്വമേധയാ ജാഫറിൻ്റെ കേസെടുക്കാനായിരുന്നെങ്കിൽ 10,000-കണക്കിന് പേര് കേസെടുക്കാൻ ഉണ്ടായിരുന്നു, ഇഷ്ടമാണ്, നമുക്ക് ചുമ്മാ സ്കൂൾ ചെയ്താൽ കിട്ടും. എന്നിട്ടും ജാഫറിനെ പോലുള്ള പേര് കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ, കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ സ്വമേധയാണ് കംപ്ലൈൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള പ്രശ്നമുണ്ട്. പൊളിറ്റിക്കലോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ അല്ല മതപരമായ അല്ല രണ്ടും കൂടെ ചേർന്നിട്ടുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ വന്നപ്പോൾ പോലീസ് എന്താണ് കേസ് എടുത്തേ പറ്റൂ, എന്നാൽ കേസെടുക്കാൻ കാര്യം വകുപ്പുകളൊന്നുമില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വകുപ്പ് ഇടണം, FIR ഇടണം. അങ്ങനെ തൽക്കാലം എന്ന് നിൽക്കുന്ന രീതിയിൽ ഇട്ടു. ഇനി ചിലപ്പം അത് ആഡ് ഓൺ ചെയ്യാം. അതിപ്പം IT ഫോൺ കണ്ടുപിടിച്ച് ഫോൺ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിനകത്ത് എന്താ പറയുക, ഫോണിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ട് IT ആക്ട്സ് വരും. അത് IT പിന്നെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്താന്ന് വരും. പക്ഷേ ഇതൊരു ഇന്ത്യൻ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടക്കൽ കത്തിവെക്കുന്ന ഒരു പരിപാടിയല്ലേ ശരിക്കും? അതെ 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 ഇത് ഈ നിയമങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഭയങ്കരമായിട്ട്, നമ്മുടെ റൈറ്റിനെ, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ റൈറ്റിനെ ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നവരെ, ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് അല്ല. അപ്പോൾ ഇത് നിയമമാണ്. ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടില്ല സുപ്രീം കോടതി പല കേസുകളിൽ. പക്ഷേ ഇതെങ്ങനെ പ്രയോഗിക്കണമെന്ന് പല കേസുകളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും അതൊന്നും പാലിക്കാതെ ഒരു പൗരനെതിരെ അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ ഖനിക്കാൻ വേണ്ടിയിട്ട് അവനെ പിന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളായി മാറും. അത് മാത്രമല്ല, ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഒരാളെ ഒരു കേസിൽ പെടുത്തുക എന്ന് പറഞ്ഞാൽ അയാളുടെ ലൈഫ് മുഴുവൻ, അയാൾ 3 ദിവസം കൂടുമ്പോൾ അല്ല 1 മാസത്തിൽ 2 തവണ കോടതിയിൽ ഹാജരാവണം, പിന്നെ അങ്ങനെ ഇത് നീണ്ടുപോകും. അപ്പോൾ ഇത് ശരിക്കും ഒരു ശിക്ഷ തന്നെ ആയിട്ട് പരിണമിക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും അല്ല. ഈ നിയമം പറയുന്നത് നമ്മളെ അറസ്റ്റ് ചെയ്തു, അല്ല നമ്മൾ ജയിലിൽ കിടക്കുന്നു എന്തായിട്ട്, പിന്നെ വിചാരണ തടവായിട്ട്. നിയമം പറയുന്നത് അതിൽ കുഴപ്പമില്ലെന്ന് പറയുക. അങ്ങനെ നിയമത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിയമം പറയുന്നത് ഇപ്പോൾ 2 ആഴ്ച 2 മാസം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും അത് നിയമത്തിലെ പാർട്ടാണ്. പക്ഷേ അത് അങ്ങനെയാണ് അതിൻ്റെ വെപ്പ്, എന്നാലേ നിയമത്തിൽ മുന്നോട്ട് പോകുള്ളൂ സാധനം. പക്ഷേ ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ പോലെ ഒരു സോഷ്യൽ സെറ്റപ്പുള്ള രാജ്യത്ത് അത് അയാൾ ഒരുപാട് ഹേർട്ട് ചെയ്യും. സാമ്പത്തികമായിട്ട്, ജോലി, അയാളുടെ സമൂഹത്തിലുള്ള വില, അല്ലെങ്കിൽ ഒരു ജയിൽ പുള്ളി എന്നാണ് കണക്കാക്കുക നമ്മൾ. അല്ലാതെ നമ്മളിപ്പോൾ അവൻ കുറ്റം ചെയ്തിട്ടില്ലായിരുന്നു അല്ല നമ്മുടെ സൊസൈറ്റി പറയുന്നതാണോ? ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് 2 ആഴ്ച ജയിലിലിട്ട് ഇല്ല. ഇപ്പൊ അറസ്റ്റ് ചെയ്യുമ്പോൾ അവനൊരു കൊലപ്പുള്ളി അല്ല, കൊലപ്പുള്ളി അല്ല, അവനൊരു ഒരു കേസുകാരനാണ്. അപ്പോൾ ആ സമൂഹം അവനെ തന്നെ വേറെ മോഡലെ കാണുക. ഇങ്ങനെ 2-3 പ്രാവശ്യം പോലീസ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റി വേറെ കാണുന്നത്. അല്ലെങ്കിൽ കേസുള്ളാക്കാൻ ജോലി കൊടുക്കുമോ?
അവനെ പ്രശ്നമുള്ള അവന് ജോലി കൊടുക്കില്ല. അത് അവൻ ചെയ്തോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ ആ ബലം ഒരു ഇൻഡിവിജ്വൽ അവന് അനുഭവിക്കുന്നത്. എനിക്കിതൊരു കേസ്, നിങ്ങൾക്കൊരു കേസ് വരുന്നു, അത് ഞാൻ തന്നെയാണ് ഇത് മുഴുവൻ അഭിമുഖീകരിക്കേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പോകണം, ഇത് വല്ല തണ്ടി മുതൽ പിന്നെ എന്താ പറയുക ഫോൺ പിടിച്ചെടുക്കുന്നു പോകുന്നു, വീണ്ടും അത് ട്രയലൊക്കെ ആയി കഴിഞ്ഞാൽ അതിന് മുഴുവൻ ഞാൻ മുന്നോട്ട് പോകണം, ഞാൻ വക്കീലിനെ വെക്കണം. ഇതൊക്കെ എന്തിനാണ്? ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ഞാൻ എക്സസൈസ് ചെയ്തതിനാണ്. ബേസിക്കലി പറഞ്ഞാൽ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണത് അല്ലേ. അത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നിയമങ്ങൾ അബോളിഷ് ചെയ്യപ്പെടണം. നമ്മൾ നിയമമൊക്കെ മാറ്റി, പുസ്തകമൊക്കെ മാറ്റി, പേരൊക്കെ മാറ്റി, ചട്ടൊക്കെ മാറ്റി, ആ നമ്പർ മാത്രമേ മാറിയുള്ളൂ. 295A ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പൊളിറ്റിക്സ് അനുസരിച്ചാണെങ്കിൽ അത് കുറച്ച് കൂട്ടുകയുള്ളൂ. മതങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ മതങ്ങളെ എന്നല്ല, മതത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ബാക്കിയാണ് ഒന്നും പറയാൻ പറ്റിയല്ലോ. അപ്പം മതാധിഷ്ഠിതമായിട്ട് മതങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, മതങ്ങളെ സംരക്ഷിക്കുക, നമ്മുടെ പുരാണങ്ങളും ബാക്കിയെല്ലാം എന്താ പറയുക, അതൊക്കെ വലുതായിരുന്നു എന്ന് കാണിക്കാനും ഒന്നും അതിനെ വിമർശിക്കാൻ പാടില്ല എന്നുമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു പോക്ക് അനുസരിച്ച് വരുന്നത്. അത് അല്ല, അവിടെ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്ത് സെൻട്രലിൽ സംഘപരിവാർ ചെയ്യുമ്പോൾ ഇവിടുത്തെ CPM വ്യത്യാസമൊന്നുമില്ല. അവരും ചെയ്യുന്നത് പ്രീണനം തന്നെയാണ്. അല്ല, ഒരു 10-15 വർഷം മുമ്പ് ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒരു ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു മാനവികതയാൽ അല്ലെങ്കിൽ നിൽക്കുന്നതായിരുന്നു. മാനവികയാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു അവർ മതങ്ങളെ വലിയ കാര്യമായിട്ട് കുറച്ചകത്ത് നിർത്തി ഒന്ന് കിഴക്ക് പുറത്തൊക്കെ പറയാനാണെങ്കിൽ പറയാം എല്ലാവരും, അല്ലെങ്കിൽ പോലും ഒരു പരിധി പറയാം. ഒരുപാട് ബിഷപ്പ്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കിഴക്ക് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം നോക്കി അത് വളരെ ഭയങ്കരമായിട്ട് പ്രീണനമായി. അതിപ്പോൾ കേരളത്തിൽ പോലും നമ്മൾ ഈ നോർത്തിനെ പറയുമ്പം കേരളത്തിൽ പോലും ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് പച്ചയ്ക്ക്, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഏത് പാർട്ടിയും പറയുന്നത് തന്നെ എന്താ, മതം നോക്കട്ടെ എന്ന്. അപ്പോൾ നോക്കിയിട്ട് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വക നിയമങ്ങൾ എല്ലാവരും ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായത്തിൽ? നിയമങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഈ നിയമങ്ങൾ പൂർണ്ണ ഒഴിവാക്കാൻ പറ്റില്ല. അതായത് ഒരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ തടയേണ്ടതാണ്. ഇപ്പം മണിപ്പൂരിൽ കണ്ടു, ബാബറി മസ്ജിദ് തകർത്ത സമയത്ത്, അല്ലെ ഗുജറാത്ത് റയോട്ട്സിന്റെ സമയങ്ങളിൽ അതൊക്കെ സത്യത്തിൽ നടന്നതാണ്. അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഈ വകുപ്പുകൾ ഉണ്ടാകണം. പക്ഷെ ഈ വകുപ്പുകൾ ഡിഫൈൻ ചെയ്തിരിക്കാൻ കറക്റ്റായിട്ട്. ഒരു മതത്തിനെതിരെ പറഞ്ഞുകൊണ്ടോ ഒരു മതത്തെ വിമർശിച്ചുകൊണ്ടോ ആകാൻ പാടില്ല എന്നുള്ളത് നിയമത്തിൽ തന്നെ ലേ ഡൗൺ ചെയ്യണം. ജാഫർ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ പലപ്പോഴും മതങ്ങളെ വിമർശിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഭാഷ ഭയങ്കര കട്ടിയാണെന്നും, അല്ലെങ്കിൽ അത് കുറച്ച് വ്രണപ്പെടുന്ന രീതിയിൽ, വിശ്വാസികൾക്ക് വ്രണപ്പെടുന്ന രീതിയിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ പല ആരോപണങ്ങളും കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഒരുപക്ഷെ ഞാൻ എൻ്റെ ഭാഷയെ പറ്റി പറയുന്നതിന് മുന്നേ മതദൈവത്തിൻ്റെ, മതഗ്രന്ഥങ്ങളുടെ, മതപ്രവാചകൻ്റെ ഒക്കെ ഭാഷയും അവരുടെ ജീവിത പ്രയോഗങ്ങളൊക്കെ നമുക്ക് വിലയിരുത്താം. അതിനുശേഷം എൻ്റെ ഭാഷയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, ഇസ്ലാമിൻ്റെ ആധികാരികമായ ഗ്രന്ഥത്തിൽ അത് അള്ളാഹു മുഹമ്മദ് നബിക്ക് ഇറക്കിക്കൊടുത്തൊരു സംഭവമാണല്ലോ. അപ്പം അതിൽ അള്ളാഹു ഉപയോഗിക്കുന്ന ഭാഷനെ നമ്മൾ നോക്കിയാൽ, അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു ദൈവമാണ്. ഈ അണ്ടകടാഹളം മൊത്തം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. അതായത് അതിനിടയിൽ ഇത്തിരി പോകുന്ന ഭൂമിയും അതിൽ ഇത്തിരി പോകുന്ന മനുഷ്യന്മാരെയും ഒന്നും ഒരു ഡസ്റ്റ് പാർട്ടിക്കിളായിട്ട് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റി, അത്രയേ ഉള്ളൂ ഭൂമിയും അതിലെ മനുഷ്യന്മാരൊക്കെ. പക്ഷേ എങ്കിൽ കൂടിയും അള്ളാഹു എന്ന് പറഞ്ഞൊരു ദൈവം ഈ ഗ്രന്ഥത്തിൽ കൂടി പറയുന്നത് നമുക്ക് നോക്കി അറിയാം. ഒരു സാധാരണ മനുഷ്യൻ്റെ വികാരത്തോടു കൂടി, ഒരു സാധാരണ മനുഷ്യൻ്റെ കോപത്തോടു കൂടി, സാധാരണ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരെ തെറി പറയുന്നു, കോപിക്കുന്നു. അതായത് ചിലപ്പോൾ തന്തയില്ലാത്തവനെന്ന് വിളിക്കുന്നു, വാലറ്റവനെന്ന് വിളിക്കുന്നു, പിന്നെ എന്താ വിറകട്ട് ചുമട്ടുകാരി എന്ന് പരിഹസിക്കുന്നു, മൂക്ക് നീണ്ടവരെന്ന് പരിഹസിക്കുന്നു. ഒരു ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബോഡി ഷെയിം ഈ അങ്ങനെ സൃഷ്ടിച്ചത്, ആ ബോഡി ഷെയിം ആ രീതിയിലുള്ള ബോഡിയായിട്ട് സൃഷ്ടിച്ചത് ആ ദൈവം തന്നെയാണ്. അപ്പോൾ ഉടനീളം ഇസ്ലാം മത ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഖുർആൻ വായിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ്റെ വികാരത്തോടു കൂടി ഉടനീളം സൃഷ്ടികളെ തെറി പറയുന്നതും കളിയാക്കുന്നതൊക്കെ ഒരു ഭാഷയാണ് നമുക്കതിൽ കാണാൻ പറ്റുക. ഇതിൽ വിശ്വാസികൾ പറയുക ഇതിൽ സാഹിത്യമുണ്ട് കുറേ, അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ആ ഒരു ഭാഷ. ഇനിയിപ്പോൾ ഞാനിപ്പം പറയുകയാണ്, ഒരു പോസ്റ്റ് ഇടുകയാണ്, മുഹമ്മദ് നബിക്ക് 30 ആളുടെ ലൈംഗിക ശക്തിയുണ്ട്, മുഹമ്മദ് നബി ഒരു രാത്രി തന്നെ എല്ലാ ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ഇടാണല്ലേ പറയാണ്. വിശ്വാസികൾക്ക് വ്രണപ്പെടുകയില്ലേ?
പക്ഷേ അത് കൃത്യമായിട്ട് ഹദീസിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ അത് വിശ്വാസികൾക്ക് അറിയില്ല. അതേപോലെ തന്നെ ഞാൻ പറയുന്നു മുഹമ്മദ് നബി പെണ്ണ് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എന്ന് ഞാൻ പറയാണ്. എനിക്ക് അടി ഇപ്പം കിട്ടിയെന്ന് വെച്ചാൽ മതി, ഒരു പോസിറ്റീവായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ മതി. പക്ഷേ അത് ഹദീസ് ഗ്രന്ഥം നമുക്ക് വായിക്കാം. മുഹമ്മദ് നബി ഒരു തോട്ടത്തിലേക്ക് കടക്കുന്നതും ആ തോട്ടത്തിൽ വെച്ചൊരു സ്ത്രീയോട് ശരീരം ദാനം ചെയ്യാൻ പറയുന്നതും എന്നിട്ട് ആ ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ആ സ്ത്രീ ഒഴിഞ്ഞു മാറുന്നതും എന്നിട്ട് ഈ രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കൃത്യമായ ഹദീസ് രേഖകളുണ്ട്. പക്ഷേ വിശ്വാസികൾക്ക് അറിയില്ല, വ്രണപ്പെടും. ഇനി ഞാൻ പറയാണ്, മുഹമ്മദ് നബി 2 വയസ്സായ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഈ കുട്ടിയെ വലുതാവുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഞാൻ അവരോട് പറഞ്ഞ വിശ്വസിക്കില്ല. പക്ഷെ അതും ഈ ഇവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ വഴിയിൽ കണ്ട ഒരു സ്ത്രീയെ വഴിയിൽ കണ്ടിട്ട് മുഹമ്മദ് നബിക്ക് വികാരം തോന്നിയിട്ട് വീട്ടിലേക്ക് ഓടി വരികയും അങ്ങനെ ആ സ്വന്തം ഭാര്യ സൈനബിൻ്റെ അടുത്ത് പോയിട്ട് ലൈംഗിക ശമനം സ്ഥാപിക്കുകയും ചെയ്തിട്ട് അതിനുശേഷം എല്ലാ സ്ത്രീകളെയും അടിച്ചധിക്ഷേപിക്കുന്നു. ഇങ്ങനെ സ്ത്രീകളെല്ലാം ശൈത്താന്മാരാണ്, അപ്പം ഇങ്ങനെ വികാരം തോന്നിയാൽ നിങ്ങൾ ഓടി വന്ന് ഭാര്യയായിട്ട് കാര്യം സാധിക്കുമെന്ന് അത് അങ്ങനെ ഞാൻ പറയുക പോസിറ്റീവ് ചെയ്താൽ എനിക്ക് അടി കിട്ടുമോ അല്ലെങ്കിൽ വികാരം വ്രണപ്പെടുമോ? വികാരം വ്രണപ്പെടും. പക്ഷേ ഇത് പച്ച മലയാള ആ തനത് ഭാഷയിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ പറയുന്നു, ഒരു സ്ത്രീയുടെ മടിയിൽ കിടന്ന് പേൻ നോക്കി മുഹമ്മദ് നബി സ്ത്രീയുടെ മടിയിൽ കിടക്കുന്നു, പേൻ നോക്കി കൊടുക്കുന്നു, എന്നിട്ട് ആ സുഖത്തിൽ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. എനിക്ക് സ്വർഗം എന്തായാലും കിട്ടുന്നു. ശരിക്കും സ്വർഗം കൊടുക്കേണ്ടത് അതാണ്, ദൈവമാണ്. പക്ഷെ അവിടെ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. ഈ കാര്യം ഞാൻ പറഞ്ഞാലും വ്രണപ്പെടും. പക്ഷേ ഇതും ഹദീസിലുണ്ട്. ഇനിയിപ്പോൾ മുഹമ്മദ് നബി ഒരു ബദറിൽ ചെന്നിട്ട് അവിടെ വധിക്കപ്പെട്ട ഇവരുടെ ശവശരീരങ്ങൾ ഒരു അയക്കിണറിലേക്ക് വലിച്ചെറിയുകയും ആ അയക്കിണറിൽ നോക്കിയിട്ട് അസഭ്യം ശവശരീരങ്ങളെ നോക്കിപ്പോലും അസഭ്യം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വാസികൾക്ക് വ്രണപ്പെടും. പക്ഷെ അവർക്കറിയില്ല. അതും ചെയ്തതായിട്ട് ഹദീസ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറയുന്ന എൻ്റെ ഭാഷയും എൻ്റെ ഭാഷാപ്രയോഗങ്ങളും മാറ്റുന്നതിൻ്റെ മുന്നേ ആയിട്ട് മാറ്റേണ്ടത് ഇവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളും അതേപോലെ ഇവരുടെ പ്രവാചകനെ ഇവരുടെ ദൈവങ്ങളെയൊക്കെയാണ്. ഇത് പ്രകോപനപരമായ സാധനങ്ങൾ ഉടനീളമുള്ളത് എല്ലാ മതത്തിൻ്റെയും ഗ്രന്ഥങ്ങളിലും മറ്റുമാണ്. നമ്മൾ ഇതിനെ എൻ്റെതായ ഭാഷയിൽ ഞാൻ പറയുന്നു, അതെൻ്റെ ശൈലിയിൽ പറയുന്ന സമയത്ത് വ്രണപ്പെടാം. പക്ഷേ അടിസ്ഥാനപരമായി മാറ്റേണ്ടത് ഇതിൻ്റെയൊക്കെ പ്രവാചകനെയും ദൈവത്തെയും മതഗ്രന്ഥങ്ങളെയുമാണ്. പക്ഷേ സാധാരണ വിശ്വാസികൾ അധികം വിശ്വസിക്കുന്ന ഇങ്ങനെയൊന്നും അവരുടെ മതഗ്രന്ഥങ്ങളിൽ ഇല്ല എന്നാണ് നനയ്ക്കുന്നത് അല്ലെ? അങ്ങനെ ഒരു ഇത് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ല എന്ന് അവർ കരുതുന്നു. ഞാൻ നല്ലൊരു വിശ്വാസമായ സമയത്ത് ഞാൻ ഉടനീളം ഞാൻ അടിച്ചൊരു പെയിന്റ് തന്നെയാണത്. അത് എൻ്റെ മതം ഇങ്ങനെയല്ലേ, എൻ്റെ പ്രവാചകനല്ലേ, അല്ലെങ്കിൽ എൻ്റെ മതത്തിൽ ഇതൊന്നും ഇല്ലേ, ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. പക്ഷേ അപ്പം കുറേ കരഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒന്നൊരാൾ കാണിച്ചു തന്നെ വായിക്കുന്ന സമയത്ത് നമുക്കത് ബോധ്യപ്പെടും. പിന്നെ അന്വേഷണങ്ങളായി തുടരന്വേഷിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉള്ളതായിരിക്കും. അങ്ങനെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, ആ ട്രാക്ക് തെറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും അയാൾ യുക്തിവാദിയാവും. ഏത് മതത്തിനാലും യുക്തിവാദിയാവും. പക്ഷേ അതിൻ്റെ മുന്നേ ഉടനീളം ഈ പറയുന്നത് നമ്മൾ യുക്തിവാദികൾ പറയുന്ന ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു പ്രഭാഷണങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറിപ്പുകളിലൊക്കെ ഞാനൊരു ആധികാരിക നമ്പറോ അല്ലെങ്കിൽ ഇത് ഇല്ലാതെ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പം ഇതൊന്നും ഉണ്ട് എന്ന് ഈ മതവിശ്വാസികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇസ്ലാമും മുസ്ലിമും രണ്ടാണെന്ന്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അറിയില്ല ഈ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളുന്നൊരു തത്വസംഹിതയാണ്. പക്ഷേ അത് ഇസ്ലാം എന്നത് ശരിക്കും ഫാസിസമാവുന്നുണ്ട്, ശരിക്കും വർഗീയപരമാവുന്നുണ്ട്. അതായത് ഒരു സമൂഹം മാത്രമാണ് ശ്രേഷ്ഠരെന്നോ അവരെ മാത്രം ആണ് അടുത്ത ജന്മത്തിലേക്കും ഉയർന്നവരെന്നുള്ളൊരു വിശ്വാസം. അപ്പം ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, മറ്റു മതക്കാരെയൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവരെ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നരകം സൃഷ്ടിച്ചത്. അത് ഇസ്ലാമിൻ്റെ ദൈവം ആദ്യമായി പ്രതിജ്ഞ ചെയ്തു എന്ന് പറഞ്ഞു, നരകം നിറയ്ക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ വർഗീയതയാണ്. മറ്റു മതക്കാരെ സൃഷ്ടിക്കുകയും ചെയ്യുക. അവരെന്തുകൊണ്ടോ ബൈ ബർത്ത് തന്നെയാണല്ലോ മതം എന്ന് പറഞ്ഞാൽ. അതായത് ജനിച്ചു പോയത് കൊണ്ട് അങ്ങനെ ആയി എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ജനിച്ചു പോയത് കൊണ്ട് ആ മതത്തെ പെടുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്ത് അങ്ങനെ ജനിക്കണമെന്നും ദൈവം മുൻകൂട്ടി തീരുമാനിച്ചതാണ്. എല്ലാം ദൈവം മുൻകൂട്ടി ദൈവത്തിൻ്റെ പ്ലാൻസ് തീരുമാനിക്കുകയും ആ മതത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്തതിനു ശേഷം അവരെ നരകത്തിൽ കടത്തുകയും ചെയ്യുന്നു പറയുന്നത്, അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്, അതാണ് വർഗീയത. ഞങ്ങൾക്ക് മാത്രം വേണ്ടി സ്വർഗം സൃഷ്ടിച്ചതാണ്, ഞങ്ങൾ മാത്രമാണ് ഉയർന്നവരെന്ന ചിന്തണ്ടേ, അതാണ് വർഗീയത. അങ്ങനെ നോക്കുന്ന സമയത്ത് വർഗീയത ആഹ്വാനം ചെയ്യുന്നുണ്ട് ഈ മതം. അവിടെയാണ് ഫാസിസം ആഹ്വാനം ചെയ്യുന്നുണ്ട്. മതഗ്രന്ഥങ്ങൾക്കെതിരെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കലാപം ഉണ്ടാക്കാനുള്ള 153 ചാർത്തി വകുപ്പിട്ട് എടുക്കാനുള്ള ഇത് ശരിക്കും ചാർത്തേണ്ടത് അത് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞല്ലോ, മതനിന്ദ ഞങ്ങളുടെ ജന്മാവകാശമാണെന്ന് പറഞ്ഞു. വേണം, ശരിക്കും വേണം. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും നിങ്ങൾക്ക് ബഹുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതേപോലെ മതവിശ്വാസികളില്ലാത്തവർക്ക് എന്തുകൊണ്ട് ബഹുമാനിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കിട്ടുന്നില്ല?
അത് വേണം. കാരണം ഈ മതഗ്രന്ഥങ്ങളൊക്കെ ഇങ്ങനെ മ്ലേച്ഛമാണെന്നോ അല്ലെങ്കിൽ മതങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഗോത്രകാല സംസ്കാരമാണെന്നോ ഗോത്രകാല ധാർമ്മികതയാണെന്നോ കണ്ട് മനസ്സിലാക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ട് അത് സ്വതന്ത്രമായിട്ട് വിളിച്ചു പറയാനും സ്വതന്ത്രമായ പ്ലാറ്റ്ഫോമിൽ വിളിച്ചു പറയാനും ആ മാനവികതയ്ക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല? അത് ഒരു കാരണം എന്താ പറഞ്ഞാൽ മതങ്ങളെ താങ്ങി നടക്കുന്ന സർക്കാരുകളും അവർ ആണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമുക്ക് മതഗ്രന്ഥങ്ങളാണ് ഇവിടെ വർഗീയത സൃഷ്ടിക്കുന്നത്, കടുത്ത ഭാഷ പ്രയോഗിക്കുന്നത്. അപ്പം അതിനെതിരെയാണ് ശരിക്കും എന്താ പറയേണ്ടത്. ഇല്ല, ആ ഭാഷയുടെ 100% പോലും ഉപയോഗിക്കുന്നില്ല. അവിടെയാണ് വർഗീയതയും എല്ലാം തുടക്കം. അതാണ് ലോകത്തിന്റെ മൊത്തം നമ്മുടെ വർഗീയ കാര്യങ്ങളൊക്കെ എടുത്ത് മതവർഗീയത എടുത്ത് നോക്കുന്നതിനും അത് ആ മതത്തെ ഫോളോ ചെയ്യുന്നതും അത് ആ മതവാദികളെ തീവ്രമായ മതം അനുസരിക്കുന്നതാണ്. ഒരു പക്ഷേ തീവ്രമായ മതം അനുസരിക്കുന്നവർക്ക് ഇങ്ങനെ മാറാൻ പറ്റും. ഇവർ പക്ഷേ ISIS ഞങ്ങളതല്ല, അല്ലെങ്കിൽ ബോക്കോ ഹറാം ഞങ്ങളതല്ല, മറ്റേ ഞങ്ങളതല്ല എന്നൊക്കെ പറഞ്ഞ കാര്യം ഞങ്ങളുടെ മതം ഇങ്ങനെയല്ല മറ്റേ അങ്ങനെയല്ല എന്ന്. പക്ഷേ അടിസ്ഥാനപരമായ മതത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. പക്ഷേ അതേപോലെ തന്നെയാണ് ജിഹാദും. ജിഹാദ് എന്ന തക്കം കിട്ടിയാൽ നമ്മൾ രാഷ്ട്രവാദത്തിന് വേണ്ടി ശ്രമിക്കുകയും അതേപോലെ തന്നെ രാഷ്ട്രം സ്ഥാപിക്കുകയും അതിനുവേണ്ടി ജിഹാദ് ചെയ്യുകയും അതിൽ അടിമ സ്ത്രീകളെ പിടിച്ചെടുക്കാം, അവരുടെ ഗനീമത്ത് മുതലുകളായിട്ട് വസ്തുവകകൾ പിടിച്ചെടുക്കാം, അടിമ സ്ത്രീകളെ പങ്കുവെക്കാം, അവരുടെ സമ്മതിയിലെ ഭോഗിക്കാം, അവരുടെ ഭർത്താക്കന്മാരുടെയും കൂടി അവരെ ഭോഗിക്കാം എന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ആധുനിക കാലഘട്ടത്തെ പറയുന്നത്. അവർ എന്ത് പറയും? അതൊക്കെ ഈ യുദ്ധസമയത്ത് ഇറങ്ങിയ ആയത്താണ്, മറ്റേത് അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ യുദ്ധസമയത്ത് ഇറങ്ങിയ ആയത്താണെങ്കിൽ ആ യുദ്ധവും കാലവും അടിമത്തവും കഴിഞ്ഞ് ആ സമയത്ത് കൂടി ഇത് ക്ലോസ് ചെയ്യണം. പക്ഷേ ഇത് എല്ലാ കാലത്തേക്കും വരും കാലത്തേക്ക് ലോകാവസാനം വരെ മാറ്റമില്ലാത്തൊരു ഗ്രന്ഥമാണ്, അനുവർത്തിക്കേണ്ട ഗ്രന്ഥമാണ് പറഞ്ഞിട്ട് ഇതിൽ ഈ ഗോത്ര ധാർമ്മികതയും സംസ്കാരവും അനുവർത്തിക്കുന്ന സമയത്ത് എന്താണുള്ളത്? മാനവികതയ്ക്ക് മുന്നോട്ട് വെക്കാൻ പറ്റിയ, ആധുനിക മാനവികതയ്ക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റിയ എന്താ ഉള്ളത്? പക്ഷേ ഇതൊക്കെ നമ്മൾ തുറന്ന് കാട്ടുന്ന സമയത്ത് നമ്മൾ വർഗീയവാദിയായി, നമ്മൾ സമൂഹത്തിൽ ലഹളം ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്ന ഒരാളായി. പക്ഷേ ഈ ഉള്ളിലുള്ള അടിസ്ഥാനപരമായ സാധനങ്ങളൊക്കെ അവിടെ എടുക്കുകയും അത് വിശ്വസിക്കുന്നവരും അവർക്ക് എന്തുമാവാം എന്ന ധാരണയിൽ ഇവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ താങ്കളോട് ചോദിക്കാം, നമ്മുടെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ താങ്കളൊക്കെ മതവിമർശനം തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ. ഈ തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിലും ഈ സമൂഹം ഈ വിമർശനം വെറുതെ ആയിട്ടില്ല എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? കാരണം ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം, ചേകന്നൂർ മൗലവി അല്ലെങ്കിൽ ഫാറൂഖിനൊക്കെ വെട്ടിക്കൊന്നത് ചേകന്നൂർ മൗലവിയുടെ ഒരു രോമം പോലും കണ്ടെടുക്കാൻ സാധിക്കാത്ത വിധം ഇതായിരുന്നു. ചേകന്നൂർ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അത് നവീകരിക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെയുള്ള ആൾക്കാരെ വരെ വെച്ച് പൊറിപ്പിക്കാത്തൊരവസ്ഥയിൽ നിന്ന് പിന്നെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടി അതിനൊക്കെ ശേഷം നിങ്ങളൊക്കെ നടത്തുന്ന ഈ മതവിമർശനം കൊണ്ട് കുറച്ചും കൂടെ ഇതിലൊക്കെ ഒരു മോശം തോന്നി, സമൂഹം ഈ പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ. അതായത് ഏതൊരാളും മതം വിടുന്നത് എന്തിനാണ്? മതവിശ്വാസികളുടെ കണ്ണിൽ. അതായത് അദ്ദേഹത്തിന് ആ മതത്തിൻ്റെ ചിട്ടങ്ങളൊന്നും അനുവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നും പോലെ ജീവിക്കാൻ, ആധാരപരമായി ജീവിക്കാൻ, അതാണ് മതം വിടുന്നത് എന്നാണ് വിശ്വാസികളുടെ ധാരണ, പ്രത്യേകിച്ച് ഇസ്ലാം വിശ്വാസികളുടെ ധാരണ. കാരണം നിസ്കരിക്കേണ്ട, നോമ്പ് നോക്കേണ്ട, മാത്രമല്ല സഹോദരിയെയും അമ്മയും വരെ ഭോഗിക്കാം. ഇതൊക്കെയാണ് മതം വിടുന്നതിൻ്റെ കാരണമായിട്ട് അവർ ധരിക്കുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം തന്നെ എൻ്റെ വൈഫ് നല്ല വിശ്വാസമായി നിൽക്കുന്ന സമയത്ത് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മതത്തിൽ നിന്ന് പുറത്തു വന്നു. പക്ഷേ അവരെന്നെ എപ്പോഴും പറയുന്ന കാര്യം, ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും ധാർമ്മികതയിൽ ജീവിക്കുന്നത്, ഏറ്റവും അതിൻ്റെ സൗന്ദര്യത്തിൽ ജീവിക്കുന്നത്, ഏറ്റവും ജീവിതം ആസ്വദിക്കുന്നത്, പിന്നെ ഒരു ആൺകോയ്മയും പെൺകോയ്മയും ഒന്നും ഇല്ലാതെ ഒരു വീട്ടിൽ തുല്യമായിട്ട് അവർ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്, ഇതെല്ലാം ഞാൻ യുക്തിവാദികളെ കണ്ടത്, ആത്മാർത്ഥമായ സ്നേഹം കണ്ടത് എന്ന് പലപ്പോഴും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി കഴിഞ്ഞ് ഇത് ഇങ്ങനെയാണ്, മതം വിടുന്നത് ഇതിനല്ല എന്ന്. ഇവർ പറയുന്ന എല്ലാ ആരോപണങ്ങളും സത്യത്തിൽ മതത്തിലില്ലേ? ഈ എന്താണ് അതിപ്പോ നിങ്ങൾ സ്വന്തം അതെ, മതകഥ തുടങ്ങുന്നത് തന്നെ ഇപ്പം സെമിറ്റിക് മതങ്ങൾ ഏതെടുത്താലും മതകഥ തുടങ്ങുന്നതിന് അനുസരിച്ച് കൂടിയാണ്. ഈ ഇപ്പം എല്ലാത്തിനും കഴിവുള്ള, അറബി പറയുന്ന എക്കുൻ ഫയക്കുൻ, ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ കഴിവുള്ള ദൈവമായിരുന്നിട്ടും ഒരു ആദം അവനെ സൃഷ്ടിച്ച സമയത്ത് അവർക്ക് പിൻതലമുറകൾ വന്ന് അവിടെ ചോദ്യം വേറുണ്ട്. ആദമിനും അവരെ 3 ആൺമക്കളാണ് ഇത് കഥയിൽ പറയുന്നത്. പക്ഷേ പെൺകുട്ടികൾ പറയുന്നില്ല. പിന്നെ ഇങ്ങനെ കുട്ടികൾ ഉണ്ടായെന്ന് ചോദിക്കുന്ന കഥയ്ക്ക് ഉത്തരമില്ല. പോട്ടെ, അവർക്ക് പെൺകുട്ടികൾ ഉണ്ടായാൽ തന്നെയും എങ്ങനെയാലും ഒരു സഹോദര ബന്ധം സ്ഥാപിക്കാതെ പിൻതലമുറ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ആദം അവനെ സൃഷ്ടിച്ച അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് ഒരു കോതം കൊവനയോട് സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല, പിന്നെ ഇതിൻ്റെ പ്രശ്നം വരുന്നില്ല. പക്ഷേ അവിടെ മതകഥകളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇസ്ലാമിൻ്റെ കഥാലും ജൂത കഥാലും സെമിറ്റിക് മതങ്ങളുടെ കഥകളിലൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ അനുസരിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആരോപണം യുക്തിവാദികളുടെ മേലേക്കാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ നേരത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ
100% മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിധ്വനികൾ, അതിൻ്റെ പടർപ്പും പ്രസരിപ്പും ഒക്കെ നമുക്ക് ഉടനീളം കാണാനും പറ്റുന്നുണ്ട്, എവിടെയും കാണാൻ പറ്റുന്നുണ്ട്, ബോധ്യപ്പെട്ട് തുടങ്ങി. ഇന്ന് ഒരു സോഷ്യൽ മീഡിയ ആണ് അതിൻ്റെ മുഖ്യ പങ്ക് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വീട്ടിലിരുന്നു കൊണ്ടായാലും നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാര്യങ്ങൾ എന്തോ കയമ്പുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുകയും ആദ്യമൊക്കെ ചാടിക്കയറി ആൾക്കാർ ചെയ്യാം. പക്ഷേ ഇപ്പം അന്വേഷിച്ച് നോക്കുകയും അന്വേഷിക്കുന്ന സമയത്ത് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് മാനവിക ചിന്തയിലേക്ക് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തനങ്ങളും ഭീഷണികളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തന മണ്ഡലം വിപുലീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഏകദേശം നമ്മളോടുള്ള എതിർപ്പും അതിൻ്റെ സമീപനങ്ങളിലൊക്കെ നന്നായൊരു മാറ്റം വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജിറ്റി, ഇപ്പോൾ ജാഫർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മതഗ്രന്ഥങ്ങളിൽ നിറയെ ഇപ്പോൾ സോക്കോൾഡ് അശ്ലീലം എന്ന് പറയാൻ സാധിക്കാവുന്ന വിധത്തിൽ ഉള്ള കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ജാഫർ എടുത്ത് പ്രയോഗിച്ചത് മുഴുവൻ മതത്തിൻ്റെ അകത്തുനിന്നുള്ള ഹദീസുകളും ആയിട്ടുള്ളൂ. സാധാ വിശ്വാസി കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ നടക്കുമ്പോൾ അവൻ അറിയുന്നില്ല അവൻ്റെ മതഗ്രന്ഥത്തിൽ ഇത് ഇത്ര വ്യക്തമായിട്ട് എഴുതിയില്ല. അപ്പോൾ ഇതിനെതിരെ ഒന്നും സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു വകുപ്പൊന്നുമില്ലേ ഇത്തരം ഗ്രന്ഥങ്ങൾ? ഇപ്പം എനിക്ക് തോന്നുന്നു ബൈബിൾ ഏതോ ഒരു രാജ്യം നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ വാർത്ത കണ്ടിരുന്നു അവിടെ സ്കൂളുകളിൽ. അതുപോലെ നമുക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും നമ്മുടെ ഒരു ഇടപെടൽ നമുക്ക് പ്രതീക്ഷയില്ല എന്നറിയാം. എന്നാൽ ഇന്ത്യ നമുക്ക് എന്തെങ്കിലും ഒരു പുരോഗമിച്ച കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ടോ? അല്ല, നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമുക്ക് ഒരു ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൻ്റെ ആദ്യ ഘടകമാണ് നമുക്ക് കോമൺ ലോ, അല്ലേ? അതൊക്കെ നമ്മൾ ഏകദേശം എത്തുന്നുണ്ട്. ഈ ഡയറക്ടറി പ്രിൻസിപ്പിളിൽ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ മതരാജ്യം മാറാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഡയറക്ടറി പ്രിൻസിപ്പിൾ അന്ന് എഴുതിയപ്പോൾ അന്ന് നമ്മൾ അത് ഉൾക്കൊള്ളുന്ന അത് നിയമമാക്കാതിരുന്നത്, അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അത് നിയമമാക്കാതിരുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മച്യൂരിറ്റി ഇല്ലാത്ത കാരണമാണ്. എന്നിട്ട് ആ ഡ്യൂട്ടി വരുന്ന ഭരണകർത്താക്കൾ ഏൽപ്പിക്കുക ചെയ്തത്. നിങ്ങൾ ഈ സൊസൈറ്റിയെ, ഇന്ത്യൻ സൊസൈറ്റിയെ എന്ത് ചെയ്യണം, ഇതിലേക്ക് കൊണ്ടുവരണം. അതാണ് ചെയ്തിരുന്നത്. പക്ഷേ അപ്പോൾ അതങ്ങനെ പറയുന്നത്, അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യമായിരുന്നു കോമൺ ലോ. എല്ലാ സിറ്റിസനും ഒരേ നിയമം, ഒരേ വ്യക്തി നിയമം. അത് വളരെ മെയിനായിട്ടൊരു കാര്യമായിരുന്നു. അന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് കൂട്ടുക, അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇടയിലുള്ളത്. പക്ഷേ നമുക്ക് സംഭവിച്ചത് നേരെ തിരിച്ചാണ് സത്യത്തിൽ സംഭവിച്ചത്. അല്ലെങ്കിൽ അതിനകത്ത് വലിയ കാര്യമായി പ്രോഗ്രസീവ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ 19 വർഷങ്ങളായിട്ടും നമുക്ക് ഈ ഡയറക്ടറി പ്രിൻസിപ്പിൾ നമുക്ക് ഭരണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ പ്രതീക്ഷയുണ്ട്. പക്ഷേ കോടതിയുടെ ഇടപെടലുകൊണ്ട് പലതും മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ അധികം താമസിയാതെ 295 ഒക്കെ എടുത്ത് കളയപ്പെടും നമ്മൾ സൊസൈറ്റിയിൽ മാറുവാണെങ്കിൽ. ആ മാറ്റം ഡയറക്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമ്മളൊരു ചേഞ്ച് എന്താണല്ലോ ആവശ്യപ്പെടുന്നുണ്ട്. പ്രോഗ്രസീവായിട്ടാകുന്നത്, പുതിയ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ മതത്തിൽ നിന്നും ഒരു മോചനം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു ടൈമിൽ ഇതൊക്കെ മാറും. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ദിക്കുന്നുണ്ട്, അല്ലേ? നമ്മളിപ്പം ഞാൻ 295 നോക്കുന്ന സമയത്ത് റയോണ്ടാക്കാൻ എല്ലാം എന്ന് പറയാൻ ഞാൻ മാത്രമാണ് ശരിയെന്നാണ് പറയുന്നത്, അല്ലേ? ഞാൻ മാത്രമാണ് ശരി, മറ്റവനൊക്കെ തെറ്റാണെന്ന് പറയുന്ന പറയുന്നുണ്ട്. അവനെ തല്ലണമെന്നും കൊല്ലണമെന്നും അവനെ ഓടിക്കണമെന്നും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സെറ്റപ്പിലും നമ്മുടെ ഇത് ഇങ്ങനെ നടന്നു പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ മോഡേണൈസ് നമ്മുടെ ഒരു സൊസൈറ്റി ആയത് കാരണം പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണ്, ഞാൻ മാത്രമാണ് ശരി. അപ്പോൾ തന്നെ മറ്റവനെ ഹേർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രതീക്ഷ നമുക്ക് മതിയാവുള്ളല്ലോ ഇതിനൊരു ചേഞ്ച് വരും എന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മതങ്ങളിലുള്ള മതഗ്രന്ഥങ്ങളിലുള്ള സ്ത്രീവിരുദ്ധതയ്ക്കോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഇത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന അധികാരം മതം ഏത് രീതിയിൽ ആചരിക്കാൻ പറ്റുന്നതാണോ? ശരിക്കും അങ്ങനെ എല്ലാ മതത്തിന്റെ പേരിൽ എന്ത് തോന്നിയാസം നമുക്ക് ചെയ്യാനുള്ള അധികാരം കൊടുത്തില്ല. പക്ഷെ മതം അതാണ് പറഞ്ഞത്, ഒരു വ്യക്തിക്ക് ആ മതം നമ്മൾ ഇന്ത്യയിൽ വളരെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പം മതം ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് അസാധുവാക്കാം, പക്ഷെ വളരെ കുറവാണ് ഇന്ത്യ നടക്കുന്നത്. ഇപ്പോൾ എല്ലാ മതങ്ങൾക്കും അവരവരുടെ ഒരു സ്പേസ് കൊടുത്തിട്ട് നിങ്ങൾ എന്താണ് ചെയ്തോളൂ, അതിനകത്തെ അതായത് നമ്മൾ സതി നിർത്തി, അതല്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം കുറഞ്ഞ നിർത്തുന്നുണ്ട്. അതായത് നമുക്ക് അത് മാറണമെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അതിനെ എതിർക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഗനസ്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് കോടതി മുഖാന്തരം അത് ഓരോ സമയത്തനുസരിച്ച് സദ്യ ഒരു കാലത്ത് നല്ലതായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ സൊസൈറ്റിയെ സംബന്ധിച്ചപ്പോൾ സദ്യ എന്തായിരുന്നു വളരെ നല്ല കാര്യമായിരുന്നു. നമുക്കിപ്പം കേട്ട് കഴിഞ്ഞാൽ അത് മോശമാണ്. ഇനി നമ്മൾ അടുത്ത തലമുറ കേട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് ചിന്തിക്കാൻ പോലെ പറ്റാത്തൊരു കാര്യമാണ്, അല്ലേ? മുത്തലാഖ് അതുപോലെ തന്നെ മുസ്ലിം ലോയിൽ എന്താ പറയുക, സ്ത്രീകൾക്കുള്ള അവകാശക്കുറവ്, അല്ലെങ്കിൽ ഇപ്പം ഷുക്കൂർ വക്കീലിന്റെ കേസ് കേട്ടില്ലായിരുന്നു, നല്ല പറഞ്ഞില്ലേ? അതായത് പെൺമക്കൾ മാത്രം ഉണ്ടെങ്കിൽ ഡിവിഷൻ,
അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. അല്ലെങ്കിൽ അതൊക്കെ പക്ഷെ എന്ത് ചെയ്യും, അത് നമ്മൾ വരാൻ വേണ്ടിയാണ് ഈ യൂണിഫോം സിവിൽ കോഡ് പറയുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരും അതിനകത്ത്. അങ്ങനെ പ്രോഗ്രസീവായി വരണം. ജനങ്ങൾ മാറുക, ജനങ്ങളാണ് ഡിമാൻഡ് ചെയ്യുന്നത്, ജനങ്ങൾ മാറുക, അല്ലെങ്കിൽ അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാകുക, വിമന്റെ ഒരു മൊമെന്റ്സ് ഉണ്ടാകുക. ജാഫറിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ മതത്തിന്റെ ഇത്തരം ദൂഷ്യഫലങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ മതത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനും അതുവഴി മാറാനും ഒരു സഹായകരമാവുമെന്ന് വിചാരിക്കാൻ. അല്ല, ഇതിപ്പോ ജാഫറിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതക്കാർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ നിയമം അനുസരിച്ച് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം പോലെ തന്നെ എല്ലാ മതങ്ങളും പ്രചരിപ്പിക്കാനും പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ അത് ജാഫറിനും കിട്ടണം, അല്ലെങ്കിൽ സോക്കോൾ എല്ലാവർക്കും കിട്ടണം. അത് മതത്തെ വിമർശിക്കാനാണെങ്കിലും മതം ഇല്ലെന്ന് പറയാനാണെങ്കിലും മതം ഉണ്ടെന്ന് പറയാനാണ്, വേറെ ഒന്നും വേണ്ട. മതം ഉണ്ടോ ഇല്ലയോ, മതം നല്ലതാണോ മോശമാണോ ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ രണ്ടാമത് ഇരുന്നാത്ത പോലും ഒരു മതം എനിക്ക് പ്രചരിപ്പിക്കാൻ പറ്റുമെങ്കിൽ, എൻ്റെ ആശയം വേറെ പറയാൻ പറ്റുമെങ്കിൽ, മതം ഇല്ലാത്ത ഒരാൾക്കും മതത്തെ അകത്ത് നിന്നുള്ളതിനെ പരിഷ്കരിക്കാൻ പറ്റുന്നവർക്കും കുറെ അങ്ങനെയുണ്ട്. ഇപ്പം നമ്മളൊരു ദിവസം കൊണ്ട് മതം നാളെ ഇല്ലാതായി വരും, അങ്ങനെ അവരുടെ സ്പേസ് കൊടുക്കണം എല്ലാവർക്കും. ഒരുപാട് ആൾക്കാരുണ്ട് മതത്തിനകത്ത് നിന്നുണ്ട് തന്നെ മതത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നവർ, അവർക്ക് ആ സ്പേസ് കൊടുക്കണം. അവർക്ക് എല്ലാവർക്കും നിയമം ഒരുപോലെ ആകണം, അത്രയും മതി. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കൂട്ടർക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കണം എന്ന് പറയുന്നില്ല, എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരങ്ങളും ഉണ്ടാവണം. ഇങ്ങനെ എല്ലാവർക്കും, എല്ലാവരുടെ മതവിമർശകർക്കും അവരുടെ അഭിപ്രായം പറയാനും വിശ്വാസികൾക്ക് അവരുടെ അഭിപ്രായം പറയാനും സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. ഈ ജിറ്റി പറഞ്ഞതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ആ ഒരു അവസ്ഥയിൽ എത്തുന്ന സമയത്ത് നമ്മളൊക്കെ മതവിമർശനം നിർത്തും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ മതവിമർശനത്തിനുള്ള സാധ്യതയല്ല. അതായത് എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം മതത്തിൽ ആചരിക്കുന്നവർ, ആചരിക്കാത്ത ഒരു വീട്ടിൽ മതത്തിൽ ആചരിക്കുന്നവരുണ്ട്, ആചരിക്കാത്തവരുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പ്രശ്നമില്ല. അപ്പം നമുക്കൊരു പ്രശ്നവുമില്ല. ഒരാൾ പറയുന്നത് ഇപ്പം ഒരു പച്ച ഇല എടുത്ത് കാട്ടിയിട്ട് അദ്ദേഹം പറയുന്നത് രാത്രിയാണ്, ആ ഇലക്കുള്ള ഒരു കളറ് ചുവപ്പാന്ന് പറയുന്നത്, അല്ലെങ്കിൽ പകൽ കാട്ടിയിട്ട് അദ്ദേഹം പറയുന്നത് രാത്രിയാണ്. അദ്ദേഹം പറഞ്ഞോട്ട് ഒരു കുഴപ്പമില്ല, അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇത് അങ്ങനെയാണ് എന്ന് വിശ്വസിക്കാനോ അല്ലെങ്കിൽ പിന്നെ മറ്റൊരാളോട് പറയാം, അല്ലെ അതങ്ങനെയല്ലെന്ന് പറയാം, അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. ഒരു വീട്ടിൽ തന്നെ ഒരേപോലെ വിശ്വസിക്കുന്നവരും പലതായി വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉൾക്കൊള്ളുന്നൊരു സംഭവം വന്നാൽ മതവിമർശനത്തിന് പിന്നെ അതിൻ്റെ ഒരു സാധ്യത ഇല്ലാന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, അവരുടെ സ്വകാര്യ സാധനം വിശ്വസിച്ചോട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മതക്കാർക്ക് എന്തും ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ നോക്കിയാൽ തന്നെ മതക്കാർക്ക് എന്തും ആവാം, എങ്ങനെയാവാം. പക്ഷേ മതവിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പറയാൻ ലിമിറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അവർക്ക് മതത്തെ റോഡിന് മൊത്തം തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു മതത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടിൻ്റെയോ എന്തായാലും ഒരു മതത്തിൻ്റെയോ മറ്റോ റാലിയോ പരിപാടിയോ നടന്നു പോയാൽ ഇവിടെ പ്രശ്നമില്ല. പക്ഷേ ഒരു അവിശ്വാസികൾ നടന്നു പോയാൽ അവിടെ ചോദ്യങ്ങളായി പ്രശ്നങ്ങളായി കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഒരു മാസം തന്നെ മുമ്പേ എനിക്ക് തന്നെ ഉണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, അടുത്ത് നമ്മൾ കേട്ടിട്ട് ഒരു മുസ്ലിം ഒരു വയത് പറയുന്നത്, അതായത് ഒരു ഗോപാലൻ നായരായതാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലൻ നായരാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വർഗത്തിൽ കടക്കില്ല, അദ്ദേഹം തീർച്ചയായിട്ടും നാളെ നരകത്തിൽ കടക്കാനുള്ള ആളാണ്. അദ്ദേഹം ഇനി എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല, അദ്ദേഹം നരകത്തിൽ തന്നെ കടക്കുന്ന പച്ചക്ക് വർഗീയത പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എന്ത് ചെയ്തു, ഫേസ്ബുക്കിൽ അതേപോലെ ഞാൻ ഒരു ടൈറ്റിലായിട്ട് ഗോപാലൻ നായർ എന്ന നാമമാണ് പ്രശ്നം എന്ന് മാത്രമേ എഴുതിയുള്ളൂ. അതെങ്ങനെ കൊടുത്തു. ഏകദേശം ഒരു 30 മണിക്കൂർ കൊണ്ട് അത് 120K വ്യൂസ് അതിലുണ്ടായി. 1,00,000 നമ്മൾ വെറും 30 മണിക്കൂറുണ്ട്, ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്ക്. അപ്പം ഇത് നന്നായി പടർന്ന് ഓടുന്നുണ്ട്, ഭയങ്കര കമൻറ്റ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് മെസ്സേജ് വരുന്നത് ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്ത് 150 ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഞാനത് എന്താ ചെയ്തത്, ഞാൻ ഒന്നും ചെയ്തില്ല, അതേപോലെ വീഡിയോ എടുത്തിട്ടതാണ് ഞാൻ. പറഞ്ഞ അദ്ദേഹം അതേപോലെ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹമാണ് ചെയ്യുന്നത്. അത് മുജാഹിദ് ബാലുശ്ശേരി എന്ത് പറയുന്നുണ്ട്, അമ്പലത്തിന് ക്ഷേത്രങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ വ്യഭിചാരശാല കൊടുക്കുമ്പോഴാണ് ഒന്നും കൊടുക്കരുത്. അങ്ങനെ പച്ചക്ക് ഇവിടെ വർഗീയത പറയുന്നുണ്ട്, അന്യമത വിരോധം പറയുന്നുണ്ട്, മത നേതാക്കന്മാർ പറയുന്നുണ്ട്, നിരന്തരം നടക്കുന്നുണ്ട്. പക്ഷെ അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആ രീതിയിലാണ് കോഡ് ചെയ്യപ്പെട്ടത്. അപ്പൊ ആ പ്രസംഗം കേട്ട എഐക്ക് വരെ മനസ്സിലായി ഇത് വർഗീയതയാണ് എന്നുള്ളത്. അതെ, അത് വർഗീയത മനസ്സിലായി. പക്ഷെ എയിലും കൊടുത്തത് എന്താ പറഞ്ഞാൽ ഇത് പ്രചരിപ്പിക്കാൻ കൊടുത്ത ആൾക്കെതിരെയല്ല ആക്ഷൻ എടുക്കുന്നത്. ഞാനിത് എടുക്കുന്നില്ല. അപ്പം പിന്നെ എനിക്കത് ഞാൻ റീലോഡ് ചെയ്ത് എടുത്തു ഫേസ്ബുക്ക്. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സോറിയൊക്കെ പറയേണ്ടിയൊക്കെ വന്ന് അങ്ങനെ ഫില്ല് ചെയ്ത് എടുത്തു. ശരിയാണ്. പക്ഷേ ഇവിടെയും പ്രശ്നം എന്താ പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും മതവിശ്വാസികൾക്ക് അവരുടെ ഏത് കുതിരപ്പുറത്ത് കയറി ആനപ്പുറത്ത് കയറിയും നട റോഡിൽ കയറിയും
അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നത്. ഒരു മതം ഇല്ലാത്ത ആൾക്കാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നത് പോട്ടെ, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ പോലും സമൂഹം സമ്മതിക്കുന്നില്ല. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റത്തിന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ചേകന്നൂരിനെ കൊന്നു, അതുപോലെ ഫാറൂഖിനെതിരെ ജോസഫ് മാഷ കൈവെട്ടി, അതൊക്കെ കുറഞ്ഞു, പിന്നെ ഇപ്പോൾ കേസിലാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ താങ്കൾ ഇറങ്ങുന്ന ഒരുപാട് മതവിമർശകർ, സ്വതന്ത്രരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ നേരെ ഇത് ഒരു തുടർക്കഥയാവാൻ ഒരു സാധ്യത ഇല്ലേ ശരിക്കും? ഇങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു എല്ലാ മതത്തിലും ഇത്രമാത്രം ഭീകരമായ മതവിമർശകരുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ ഭീകരമായ ഒരു പീഡനങ്ങൾ എല്ലാ മതവിമർശകരുടെ ഇടയിൽ ഏൽക്കേണ്ടി വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഹിന്ദു സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപക്ഷെ അനുവർത്തിക്കാതിരിക്കാം എന്ന സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോഴും ഒരു മതമായിട്ട് അത് നമുക്കറിയാം. ഹിന്ദു എന്ന് പറഞ്ഞ ഒരു കുറേ ജാതിക്കൂട്ടങ്ങളുടെ ഒരു ശൃംഖലയായിരുന്നു. അതിനെ ഒരു പക്ഷേ ഇപ്പം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു മുസ്ലിം മതവൽക്കരണവും അതിൻ്റെ തീവ്രവാദം കടന്നു വന്നതിന് ശേഷമാണ് ആ രീതിയിലേക്ക് മതം എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും അവർ അനുവർത്തിക്കാതിരിക്കുക ചെയ്താൽ കുഴപ്പമില്ലാത്തൊരവസ്ഥ എത്തി. ഉണ്ട്. അതൊരു മതചട്ടക്കൂടിലേക്ക് വന്നതിന് ശേഷമാണത്. അപ്പം അത് ക്രിസ്തു മതത്തെ എടുത്ത് പരിശോധിച്ചാലും അത്രമാത്രം ഒരു വേട്ടയാടൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ ഇസ്ലാം മതം ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് വന്നാൽ തന്നെയും ഇപ്പം നാട്ടിലുടനീളം ഇഷ്ടംപോലെ മുനാഫിക്കുകളെ ജീവിക്കുന്നുണ്ട്. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്ത് പറയാൻ ഭയമാണ്. ഭയം പുറത്ത് പറഞ്ഞാൽ അതുവരെ ജീവിച്ച സാമൂഹ്യ ജീവിതത്തിന് പരിക്കേൽക്കും, സുരക്ഷയ്ക്ക് പരിക്കേൽക്കും, അത് കുടുംബത്തിനെ ബാധിക്കും, ഏത് രീതിയിലും ബാധിക്കും. അങ്ങനെ നമ്മുടെ ഇസ്ലാം താമരശ്ശേരിയിലൊക്കെ പ്രവർത്തിക്കുന്ന താങ്കളുടെ അനുഭവത്തിൽ ഇസ്ലാം മതം വിട്ട് പുറത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? ഒരു പക്ഷേ എനിക്ക് ഒരു ദിവസം വരുന്ന കോളുകൾ, എന്നെ കാണാൻ വരുന്ന ഒരു പക്ഷേ വരുന്ന ആളുകൾ, അതേപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളോടുള്ള ആ സ്നേഹ സമീപനങ്ങൾ, ഒരു ഭാഗത്ത് നമ്മൾ വെറുക്കപ്പെടുന്ന മുസ്ലിങ്ങളുടെ നിന്ന് നമ്മൾ ഇപ്പോൾ യുവതലമുറയാണ് പറയുന്നത്, പ്രായമുള്ളവരുണ്ട്, യുവതലമുറയുണ്ട്, നമ്മുടെ ഒരു ആരാധന പോലെ കാണുകയും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുക അവർക്ക് ഇതൊക്കെ തുറന്ന് പറയണമെങ്കിൽ അവർക്ക് ഇതിൻ്റെ ധൈര്യത്തോട് തുറന്ന് പറയുന്നവർ അവർ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള കാഴ്ചകൾ നോക്കിയാൽ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, പുറം നാട്ടിലുണ്ട്. പക്ഷെ അവർ ഇങ്ങനെ പറഞ്ഞ പോലെ മുനാഫിക്കായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജീവിക്കേണ്ടി വരുന്നൊരു ഗതികേട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിൽ അവരുടെ സാമൂഹ്യപരമായ ജീവിതത്തിന് മൊത്തം പരിക്കേൽപ്പിക്കും. അത് വീട്ടിൽ വിലക്കുണ്ടാവും, മഹല്ല് വിലക്കുണ്ടാവും, പിന്നെ സമൂഹം മൊത്തം വിലക്കും. ഈ നമ്മുടെ ഒരു മതത്തിൽ നിന്ന് പുറത്ത് വന്ന ആളെ ഇസ്ലാമിക നിയമപ്രകാരം എന്താ വധിക്കണം എന്നാണ്. അതിപ്പോൾ നമ്മൾ ആരോട് ചോദിച്ചാൽ പറയും, നിങ്ങൾ എന്നിട്ട് എന്താ വധിക്കുന്നുണ്ടോ, നിങ്ങൾ സുരക്ഷിതമായിട്ട് അവിടെ ജീവിക്കുന്നില്ലേ? എന്തുകൊണ്ട് ജീവിക്കുന്നു? ഇവരുടെ ആനുകൂല്യം അല്ലാതെ, അത് നമ്മുടെ ഭരണഘടനയുടെ ആനുകൂല്യമാണ്. അപ്പോൾ അതുകൊണ്ട് വധിക്കണം എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഫത്വൽ മുയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആൾക്ക് സ്വത്ത് കൊടുക്കണ്ട, അപ്പയുടെ മുന്നേ സ്വത്ത് കൊടുക്കണ്ട, ഇങ്ങനെ ഉടനീളം വേട്ടയാടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ മറ്റു മതക്കാർ വേട്ടയാടുന്നില്ല. തുറന്നു പറയുന്നുണ്ട്. അത് ആ മുസ്ലിയാരല്ല വർഗീയത അല്ലെ അങ്ങനെ കാര്യങ്ങൾ പറയുന്നത്, അത് ആ ഗ്രന്ഥമാണ് പറയുന്നത്. അതവർ തുറന്നു പറയുന്നു, അവരറിയാതെ തുറന്നു പറയുന്നു. അത് അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് മതം. പക്ഷെ നമ്മളിത് പറഞ്ഞു കൊടുത്താൽ നമ്മൾ കൊള്ളരുതാത്തവനായി ഇതിൻ്റെ ഉള്ളിലുള്ള കൊള്ളരുതായ്മകളൊക്കെ എപ്പോഴും പൊങ്ങി നിൽക്കുകയും ചെയ്യും. ഈ ഇപ്പോൾ ജാഫറിനെതിരെ ഇപ്പോൾ ഇങ്ങനെ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് നടപടി സ്വീകരിക്കാൻ ഇത് മുകളിൽ നിന്ന് വന്ന പ്രഷറിന്റെ ഭാഗമായിട്ട്, മുകളിൽ നിന്നാണെങ്കിലും ഇപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ റോഡിൽ ഇറങ്ങി സമരം ചെയ്യുന്നില്ല, വഴി തടയുന്നില്ല, മൈക്ക് കെട്ടി ഉച്ചത്തിൽ അലറി വിളിക്കുന്നില്ല, ഒരാളുടെയും ജീവിതത്തിനെ ഒരു രീതിയിലും സ്പർശിക്കാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ എഴുതുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ നിയമത്തിൻ്റെ ഒരു ഊരാക്കുറിച്ച് ഉപയോഗിച്ച് കെട്ടുന്നത് പോലെ ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരിലേക്കും ഇത് നീളാൻ സാധ്യതയുണ്ടോ? ഇത് അല്ലെങ്കിൽ അതിനെ നമ്മൾക്ക് ഏത് വിധത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും? ഇത് കാരണം ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ വെക്കുന്ന കത്തിയാണെന്നുള്ളത് മാത്രമല്ല, വ്യക്തി സ്വാതന്ത്ര്യം, ആളുകളുടെ ജീവിതത്തിനെ ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ. കാരണം എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തിനെ ഈ ഇത്തരം നിയമക്കുരുക്കുകളിൽ പെടുത്തുക എന്നുള്ളതിന്. കാരണം നാളെ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ഇനിയും വരാൻ സാധ്യത ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അതിപ്പം അത് ശക്തമായ ആൾക്കാർ, ശക്തിയുള്ളവർ ശക്തിയില്ലാത്തവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്നുള്ള നിയമം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു മതം അല്ലെങ്കിൽ മതത്തിന് പൊളിറ്റിക്കലുള്ള പവർ അല്ലെങ്കിൽ പൊളിറ്റിക്സ് തന്നെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ എതിർക്കുമ്പം അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കുമ്പം അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് പവറും അധികാരവും കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവർ ഈ കേസൊക്കെ എടുപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് അല്ലായിരുന്നു ഇപ്പം ജാഫറിൻ്റെ കേസ് പറഞ്ഞ പോലെ ഒരു സ്വമേധയാ പോലീസ് കണ്ട് അല്ലെ സൈബർ സെല്ല് കണ്ടിട്ട് ഒരു കേസ് എടുത്തതായിരുന്നുവെങ്കിൽ
ഇവിടെ ഒരു 500 കേസ് ഓപ്പോസിറ്റ് സൈഡിലും വന്നേനെ. ഈ പറയുന്ന വീഡിയോ നിങ്ങൾ നേരത്തെ പറഞ്ഞ വീഡിയോകളില്ലേ, വളരെ മൈക്ക് കെട്ടി പബ്ലിക് എന്നാ പറയുക സോഷ്യൽ മീഡിയയിൽ മൈക്ക് കെട്ടി വിളിച്ച് പറയുന്നുണ്ട് മതവിമർശകർ അല്ല മതത്തിൻ്റെ ആൾക്കാർ മറ്റ് മതങ്ങളെയോ അല്ല അവരുടെ തന്നിലുള്ള ആൾക്കാരെയോ ഒക്കെ വിമർശിക്കുക എന്നുള്ളതല്ല ഹെയ്റ്റ് പടർത്തുന്നുണ്ട്. ഇത് വളരെ പ്രശ്നമുള്ളതാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഈ കണ്ട നിങ്ങൾ ഈ പറയുന്ന 2-3 വീഡിയോസ് ഇല്ലേ, അത് ഞാൻ കണ്ടതാണ്. അതായത് അവരൊക്കെ എത്രയോ പെട്ട അതിന് മുമ്പ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. അവരെ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ കാരണം എന്താണ്? അവർ പൊളിറ്റിക്കലി പവേർഡാണ്. നേരെ മറിച്ച് അല്ലാത്തവരെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഇത് ചെയ്യും. ഇത് 2 രീതിയിലുണ്ട്. ഈ കേസുകൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി ഇതിന് കഴമ്പില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതി അവരെ എന്താ പറയുക താക്കീത് ചെയ്യും, അല്ലെങ്കിൽ സെറ്റ് ചെയ്യും. അതൊക്കെ നിങ്ങൾ ഈസിയുള്ള കാര്യമല്ല. അത് ഹൈക്കോടതി പോവുക, സുപ്രീം കോടതിയിൽ പോവുക, അതിന് നോക്കുമ്പോഴാണ് വരുന്നത്. ഒരുപാട് ടൈം എടുക്കും. അപ്പം അങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ തൽക്കാലം ഇതിന് വേറെ ഓപ്ഷനൊന്നും ഇല്ല. അത് മാത്രമല്ല, ഒരു കാര്യം ഇപ്പം നമ്മുടെ നവോത്ഥാന മതിൽ കെട്ടാനും നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ മുൻനിരയിൽ ഇറങ്ങിയ ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പൊ ഭരിക്കുന്നത്. അപ്പോഴാണ് മതവിമർശനത്തിന്റെ പേരിൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ADGP ലെവലിലൊക്കെ വിളിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആ ലെവലിൽ അത്രയും ഉയർന്ന ലെവലിൽ സ്വാധീനം ചെലുത്താനേ ഒരു മതവിഭാഗത്തിന് സാധിക്കും എന്നുള്ളത്. അതെ, അത് ഈ കേസിൽ മാത്രമല്ല, അത് നമ്മുടെ കേരള പൊളിറ്റിക്സ്. ഇപ്പൊ കേരളമാണെങ്കിൽ അവർ ഇന്ത്യൻ പൊളിറ്റിക്സ് അങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഈ കേരള പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. എത്രയോ കേസുകൾ അല്ലെങ്കിൽ എത്രയോ ഇൻസിഡൻസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. മതങ്ങൾ പറയുന്ന കേൾക്കുന്നതും അല്ലെങ്കിൽ മതങ്ങളെ പ്രീണിപ്പിക്കുന്നതും വളരെ പച്ചയായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അത് പ്രത്യേകിച്ച് ഇടത് സർക്കാർ എന്താ പറയുക എല്ലാവർക്കും എന്താ പറയുക ഒരു മതേതരം എന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഒരു മതമില്ലാത്ത ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി. എനിക്കിപ്പോ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഒരു വാർത്ത കണ്ട് എന്റെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ കേസ് കൊടുത്താൽ ചാർജ് ചെയ്ത് ഇതേ നടപടി അതിന്റെ പേരിൽ ഉണ്ടാവും? ഇല്ല. അത് നിങ്ങളൊരാൾ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാരൻ പറയും ഇത് കഴമ്പില്ല എന്ന് പറയും. ഇപ്പൊ ജാഫറിന്റെ കേസ് ജാഫറിനെ 3-4 പ്രാവശ്യം വിളിപ്പിച്ചെന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ അത് കഴമ്പില്ലാന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ വലിയ കാര്യമില്ല എന്ന് കണ്ടിട്ടായിരിക്കും അയാൾ പറഞ്ഞത്. പുറകിൽ നിന്ന് പ്രശ്നം വരുമ്പോൾ പുള്ളി അത് രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് സെക്ഷൻ ചേർക്കാത്ത തന്നെ അയാൾക്ക് അതിന്റെ കാര്യമില്ല എന്ന് കണ്ടിട്ടാണ്. 2 കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ജാഫറിന്റെ കേസിൽ ഈ കേസിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല, ഇതെടുത്താൽ നിൽക്കില്ല, അദ്ദേഹം അത് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് കേസെടുക്കണം, കേസെടുത്തേ പറ്റൂ, അതുകൊണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് എഴുതി വെച്ചേക്കാം, ഒരു FIR ഇട്ടേക്കാം, തീരട്ടെ. ഒരു കാര്യം അതാകാം. 2ാമത് ചാൻസ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ആ ഓഫീസർക്ക് ലയബിലിറ്റി വരും. ഇത് കേസ് വിചാരണയായി അത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ കേസ് ചെയ്തതെന്ന് നോട്ട് ആക്കി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പുള്ളി പറയും അതുകൊണ്ടുമാകാം. ഇനി ഈ പറയുന്ന പ്രഷർ കൂടി കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാതെ ഇത് ആഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഇതിൽ ഈ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ഒരാളുടെ ഇപ്പൊ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ പഴയ പോലെ ഇപ്പൊ നമ്മുടെ ഒരു ശരീര അവയവം പോലെ ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ പിടിച്ചെടുക്കുക ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ത്രൂ അത് തെളിയിക്കാൻ തന്നെ പോലീസിന് സാധിക്കുമല്ലോ. കാരണം അവർ സാധിക്കും, പക്ഷെ അതൊരു ഒരു തൊണ്ടി മുതൽ പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു രീതിയാണ്. അത് വേണമെങ്കിൽ അതല്ല, മാത്രമല്ല നിങ്ങൾക്ക് തെളിയിക്കാന്ന് പറഞ്ഞാലും അത് എന്താ പറയുക അനലൈസ് ചെയ്യുക, ഡേറ്റ അനലൈസ് ചെയ്യാനൊക്കെ ഉള്ളത് അതിൻ്റെ രീതിയാണ്. അത് വേണമെങ്കിൽ പുള്ളിക്ക് ഒഴിവാക്കാം. പക്ഷെ അങ്ങനെ വന്നാലും പ്രശ്നമുണ്ട്. ഇത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം പിന്നീട് ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് വരാം. അയാളുടെ കൃത്യവിലോഹമായിട്ട് ഒറിജിനൽ കേസാണെന്ന് വെച്ചോളൂ. നിങ്ങൾ കേസിനെ സംബന്ധിച്ച് ഒറിജിനലാണ്. നമ്മൾ പറയുമ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നൂടെ പറയുകയോ ചെയ്യുന്നത് അല്ലെ, നമ്മളത് ബേസിക് പഠിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. ജാഫർ പറയുന്നത് അല്ലാന്ന് പറയുന്നത് എൻ്റെ പോസ്റ്ററുകളൊക്കെ ഉണ്ട്. ഞാനത് കണ്ടപ്പോൾ ഞാൻ പറയുന്നു ഇതിനിങ്ങനെയൊന്നും അട്രാക്ട് ചെയ്യാൻ വരില്ല എന്ന് എൻ്റെ നിഗമനം ഞാൻ പറയുന്നു. നേരത്തെ ആക്ച്വലി ആയിരുന്നു എന്ന് വെച്ചോളൂ. ഇദ്ദേഹം ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒരു ഒരു 2 വിഭാഗങ്ങളെ തമ്മിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിലോ? അങ്ങനെ ആകുന്ന സ്ഥിതിക്ക് ആ ഫോൺ അയാൾ കസ്റ്റഡിയിൽ എടുക്കുകയും അത് അനലൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് കൃത്യമാവില്ലേ? ഞാനിത് ചോദിക്കാൻ കാരണം ഈ TG മോഹൻദാസ് വേഴ്സസ് കേരള സ്റ്റേറ്റ് ഒരു കേസ് ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലായി. അത് TG മോഹൻദാസിന്റെ അഭിമുഖത്തിലാണ്. അപ്പൊ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഹൈക്കോടതിയിൽ ഈ FIR റദ്ദ് ചെയ്യാൻ പോയ സമയത്ത് FIR റദ്ദ് ചെയ്തൊന്നുമില്ല, പക്ഷെ മൊബൈൽ കൊടുക്കേണ്ടെന്ന് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. കാരണം കേരള പോലീസ് ഓഫീസറെ പ്രതി സഹായിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് പിടിച്ചെടുക്കാനിപ്പോ ഇതൊരു കൊലപാതകം പോലെ വലിയൊരു ക്രൈമൊന്നും അല്ല. ഇപ്പം ഞാൻ 6 മാസം തടവ്, അതാണ് 6 മാസം തടവ്, അല്ലെങ്കിൽ ഫൈൻ, ഇതേ ഉള്ളൂ. അതെ, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യറി നോക്കുമ്പോൾ അത് ഹൈക്കോടതിക്ക് പറയാം.
നോർമൽ ഒരു ഓഫീസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് ബുദ്ധിമുട്ടാവും, പണി കിട്ടും. അത് സാധാരണ കോടതികളും പറയില്ല. ഹൈക്കോടതി പോകുമ്പോൾ എന്താ ചെയ്യുക? ഹൈക്കോടതി അവിടെ അവർക്ക് അതിനുള്ള അധികാരമുണ്ട്, വിവേചന അധികാരമുണ്ട്. ഹൈക്കോടതി പറയും പോലീസ് റിപ്പോർട്ട് തരാൻ പറയും, ഇടക്കാൽ റിപ്പോർട്ട് തരാൻ പറയാം. മനസ്സിലായില്ലേ? ഇടപാട് റിപ്പോർട്ട് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ 10 പോസ്റ്റ് എന്താ പറയുക ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ജനറൽ പ്രൊസീജിയറാണ്, അത് പറയണം. അതൊക്കെയാണ് ഈ ബുദ്ധിമുട്ട്. ഹൈക്കോടതി പോകുന്ന പറഞ്ഞാൽ എല്ലാവർക്കും പോകാൻ പറ്റുന്നൊരു അല്ലെങ്കിൽ ടീച്ചർ 3000 പോകാൻ പറ്റുമായിരിക്കും, എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഇടമല്ല. ഒരുപാട് ടൈമും പൈസയും അധ്വാനമൊക്കെ വേണ്ട കാര്യമാണ്. അപ്പോൾ ഇപ്പം ജാഫർ നാളെ പോയിട്ടും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിടിച്ചെടുത്ത് പോയി ഇല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിയമം നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുമോ? നാളെ മറ്റുള്ളവരിലേക്ക് വരാൻ സാധ്യതയില്ല. ഇത് ജാഫറിനെ തന്നെ ടാർഗറ്റ് ചെയ്തതാവാം എന്നാണ് ഒരു നിരീക്ഷണം. അതെ, ടാർഗറ്റ് മറ്റുള്ളവർക്കും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനകത്തും ഈ പറയുന്ന പോലെ ആര് ടാർഗറ്റ് ചെയ്യുന്നു, ആരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ അത് അത്ര മാസികമായിട്ട് ലംഘിക്കാനുള്ള സാധ്യതയും അങ്ങനെ പറ്റില്ല. കാരണം അത് വേറൊരു ഇഷ്യൂ ആയി വരാൻ സാധ്യതയുണ്ട്. അത് ഇവർ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു നിരപരാധികളായ ഒരു 100 പേർക്ക് ഇങ്ങനെ കേസെടുക്കുന്നു. സോ അതൊരു ഒരു 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 എന്താ പറയുക, വേറെ മോഡലിലേക്ക് വരും കാര്യം. എടുക്കുന്ന പോലെയല്ല. 100 പേരെ കേരളത്തിൽ 2 മാസം കൊണ്ട് 100 പേർക്ക് എടുത്തു. അത് ചിലപ്പോൾ ഒരു വാർത്തയാകാം. അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകുന്ന സമയം 100 പേർക്ക് എടുത്ത് അതിൻ്റെ റിപ്പോർട്ട് എടുക്കാം, ഹൈക്കോടതി സുപ്രീം കോടതി ചോദിക്കാം. അതല്ലെങ്കിൽ അങ്ങനെ വേറെ മൂവ്മെന്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവരിപ്പോൾ ഒരിക്കലും ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബാലൻസിങ് ആക്ടിലാണ്. ടാർഗറ്റ് ചെയ്യുന്ന ചിലപ്പോൾ 1-2 പേരെ ചെയ്യുക, അത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെന്നാ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റു രീതിയിലും വരാം. അപ്പൊ ജാഫർ, ഇത് താങ്കളൊന്ന് ബുദ്ധിമുട്ടിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടെ ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ കേസ് വന്ന് താങ്കളെ പോലീസ് ഒരു തവണ ഒന്ന് അന്വേഷിച്ച് ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുകയും പിന്നീടും അവർ തിരിച്ചു പോയാൽ അവർക്ക് വീണ്ടും പ്രശ്നം വന്നു, പിന്നെയും വന്നിട്ടാണ് ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് താങ്കളുടെ മൊബൈൽ ഫോണിൽ നഷ്ടം. എന്താണ് ഇപ്പൊ നിലവിലെ കേസിന്റെ അവസ്ഥ? ഇപ്പം അവർ പറഞ്ഞ പോലെ തന്നെ 153 ആഡ് ചെയ്ത് കോടതി കേസ് ചാർജ് ചെയ്തു. അപ്പം അതിനോടനുബന്ധിച്ച് എൻ്റെ തൊണ്ടി മുതലായിട്ട് എൻ്റെ ഫോണ് പിടിച്ചെടുത്തു. അപ്പം ഫോൺ അവർ തൊട്ടടുത്ത ദിവസം കോടതിക്ക് കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് അത് ലാബിലേക്ക് അയക്കും. അതിൻ്റെ പരിശോധന കഴിഞ്ഞിട്ട് കോടതി തന്നെ വരും. അത് റിലീസിങ് പെറ്റീഷൻ കൊടുത്താൽ എനിക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് സാധാരണഗതിയിൽ അവർ പറയാറ് 2 മാസം കൊണ്ട് കിട്ടുന്നതാണെങ്കിൽ ഇവിടുത്തെ മറ്റുള്ള ആ സംഭവങ്ങൾ ബാക്കിയുള്ളവരൊക്കെ അതേ സമാന കേസുകൾ നോക്കുന്ന സമയത്ത് ഇവിടെ 6-7-8 മാസം ഒക്കെ ചരിത്രമുള്ളത്. അതുകൊണ്ട് എപ്പം കിട്ടുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ആ അതിനുശേഷം നമുക്ക് ഫോൺ വാങ്ങാം, വന്നതിന് ശേഷം ഫോണ് റിലീസിങ് പെറ്റീഷൻ കൊടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞു. അതേപോലെ പിന്നെ ടൈം ആ സമയത്ത് കോടതി പിന്നെ സമൻസ് തരും എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ ഡിവൈസ് പരിശോധിച്ച സമയത്ത് അവർക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് പ്രഷർ ഉണ്ടെങ്കിലൊക്കെ തന്നെ മറ്റു വകുപ്പുകളിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അതുപോലെ താങ്കൾ ഇപ്പൊ ഈ കേസ് വന്നു കഴിഞ്ഞ് താങ്കൾക്ക് ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. താങ്കളപ്പം മതവിമർശനത്തിന്റെ മൂർച്ച കുറയ്ക്കാനോ അല്ലെങ്കിൽ നിർത്താനോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അതോ എങ്ങനെയാണ്, എന്താണ് താങ്കൾ അതിന്റെ? ഞാൻ ഒരിക്കലും മതവിമർശനത്തിന് മൂർച്ച കൂട്ടിയിട്ടില്ല, മൂർച്ച കുറച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഉള്ള മൂർച്ചയിൽ പറയുന്നു, ആ ഉള്ള മൂർച്ച വിശ്വാസികൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഉള്ള മൂർച്ചയിൽ പറയാത്തവരുടെ മൂർച്ച കുറവായിട്ടും തോന്നുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളതുപോലെ വിളിച്ചു പറയുന്ന സമയത്ത് അതിൻ്റെ ആ ഭാഷ തന്നെ പ്രയോഗിക്കുന്ന സമയത്താണ് അവർക്ക് വ്രണപ്പെടുന്നതും അതിൻ്റെ മൂർച്ച കൂടിയായിട്ട് തോന്നുന്നതും. പക്ഷേ മൂർച്ചയിൽ തന്നെയാണ് മതം, അതാണ് പ്രശ്നം. നല്ല മൂർച്ചയിലാണ് മതം. മൂർച്ചയുള്ള മതത്തിൻ്റെ മൂർച്ച ഭാഗം നമ്മൾ കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്, മൂർച്ചയുള്ള വിമർശനം നേരിടുക ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മതവിമർശനമൊന്നും ഞാൻ ഒരിക്കലും നിർത്താൻ ഈ ഒരു സംഭവം കൊണ്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കലോ ലഹള സൃഷ്ടിക്കലോ ഒന്നുമല്ല. ഇവിടെ മതത്തിനതീതമായ ഒരു മാനവികതയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരലാണ്. അത് നമുക്ക് ഭരണഘടന നമ്മളെ ഒക്കെ അതിന് ആഹ്വാനം ചെയ്യുന്ന വകുപ്പ് നമ്മളുണ്ട്. 51 ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം. ഒരു ശാസ്ത്രീയതയിൽ വളരുന്ന ശാസ്ത്രീയ ത്വര പ്രകടിപ്പിക്കുന്ന ഒരു യുവജനങ്ങൾ വളർന്നു വരണമെന്നും ഈ മതങ്ങളിലൊക്കെ ഉപരി അതീതമായിട്ട് മാനവികത ലക്ഷ്യം വെക്കുന്ന ഒരു സമൂഹം വളർന്നു വരണം നമ്മൾ ചിന്ത. അതിനുതകുന്ന പ്രവൃത്തികൾ എന്താണ് അതൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇതുപോലെ ഉണ്ടാവാം, ഇനിയും വരും, നമുക്കറിയാം. കേസ് കൊണ്ട് നിയമപരമായിട്ട് വരും, അല്ലാതെയൊക്കെ വരും. പക്ഷേ നമുക്ക് കോടതിയിലെത്തരം കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും ഇനി. കാരണം ഈ രേഖകളുണ്ട്. പക്ഷേ ഒരുപക്ഷെ വിമർശകർക്ക് അല്ലെ നമ്മളെ ലക്ഷ്യം വെക്കുന്നവർക്ക് ഇതിനെ അറിയില്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ കൂടെ നമ്മുടെ ലക്ഷ്യം നിറവേറാതെ പിന്തിരിയൊന്നും ഒന്ന് എനിക്ക് സമൂഹത്തിൽ ആരും പ്രതീക്ഷിക്കേണ്ടെന്ന് എനിക്കും തോന്നുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യം വരെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്, മതവിമർശനവും സത്യം വിളിച്ചു പറയലും കേസിന് കേസായിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് അതിൻ്റെ വഴിക്ക് പോകും. നമ്മളെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ
അധികാരങ്ങളും അതിൻ്റെ പരിധിയിലൊക്കെ നിന്ന് തന്നെയാണ് ജീവിക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മതവിമർശനങ്ങളും നമ്മുടെ ഈ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളും തുടർന്നു കൊണ്ടുപോകും. അപ്പോൾ അഡ്വക്കേറ്റ് ജിറ്റി, നമ്മുടെ മതവിമർശനം തുടരാൻ തന്നെയാണ് ജാഫർ തീരുമാനിക്കുന്നത്. കേസിന് നിയമപരമായിട്ട് നേരിടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ജാഫർ നിർത്തേണ്ട ആവശ്യമുണ്ടോ, അതോ പിന്നെ ഇത് തുടരുക എന്നുള്ള ജാഫറിന്റെ അഭിപ്രായത്തിനോട് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് സമൂഹത്തോട് പറയാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമങ്ങൾ പൂർണ്ണ അവകാശം കൊടുക്കുന്നുണ്ട്. അപ്പം അത് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു മതത്തെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഒരു മതത്തെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ ഒരു മതത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള പൂർണ്ണ അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിനകത്ത് അത് നിർത്താനോ അല്ലെങ്കിൽ അതിനെ റിസ്ട്രിക്റ്റ് ചെയ്യാനോ ആരും പറയുന്നില്ല. ആരും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ പേടിപ്പിച്ചതുകൊണ്ടോ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്താൻ പാടില്ല, അത് തുടരുക തന്നെ ചെയ്യുക. അത് ജാഫർ ആയിക്കോട്ടെ, ഒരു 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 മതം പ്രൊപ്പാഗൻഡ ചെയ്യുന്ന ആളായിക്കോട്ടെ, അതിനുള്ള അവകാശം അവർക്കുണ്ട്. അദ്ദേഹത്തിന് മുന്നോട്ട് പോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഈ നിയമങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം, അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനും പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ഈ ഒരു കേസ് ഒരു വ്യക്തിയുടെ പേരിലുള്ള കേസ് എന്നതിലുപരി ഇപ്പം നിലവിൽ മതവിമർശനം നടത്തുന്നവരെയും അതേപോലെ നടത്താനിരിക്കുന്നവർക്കും ഭാവിയിൽ നേരിടേണ്ടി വരുന്ന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി കണ്ടുകൊണ്ട് ഇത്തരമൊരു എപ്പിസോഡ് ചെയ്ത തീർച്ചയായിട്ടും സ്റ്റാൻഡ് പോയിൻ്റ് ഈ ഒരു പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഇത്തരം നിയമങ്ങൾ അല്ലെങ്കിൽ ഈ നിയമങ്ങളുടെ ദുരുപയോഗം തടയപ്പെടേണ്ടതാണ്. അത് ഏത് വ്യക്തിക്കും, മതം പ്രാക്ടീസ് ചെയ്യുന്നോ മതം പ്രാക്ടീസ് ചെയ്യാത്തതോ നിരീശ്വരവാദിയായിട്ടുള്ള ഏത് വ്യക്തിക്കും അങ്ങനത്തെ നിയമങ്ങൾ ദുരുപയോഗപ്പെടാതെ നോക്കേണ്ടതാണ്. ഈ കേസിൽ ജാഫറിന് അദ്ദേഹത്തിൻ്റെ നീതി ലഭിക്കേണ്ടതാണ്. ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം തന്ന മെഡൽ മീഡിയയ്ക്ക് നന്ദി. മെഡൽ മീഡിയ സ്റ്റാൻഡ് പോയിന്റ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ നമ്മളോടുകൂടെ പങ്കെടുത്ത ജാഫർ ചളിക്കോടിനും നമ്മുടെ അഡ്വക്കേറ്റ് ജിറ്റി ചോലമറ്റത്തിനും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. നന്ദി.